കർത്താവ് മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു വാഗ്ദത്തം തന്നിട്ടാണ് പോയത്. എന്ത് വാഗ്ദത്തമാണ് നമുക്ക് നൽകിയത്? നമുക്ക് നല്ല കാറ് കിട്ടുമെന്നോ വീട് കിട്ടുമെന്നോ? ഇതൊന്നുമല്ല കർത്താവ് നൽകിയിട്ട് പോയ വാഗ്ദത്തം. നിങ്ങളെ ചേർക്കുവാനായിട്ട് ഞാൻ വേഗം വരും, നിങ്ങളെ ചേർക്കുവാനായിട്ട് ഞാൻ വേഗം വരും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ സ്വർഗാരോഹണം ചെയ്തു പോയ കർത്താവ് പോയതുപോലെ തന്നെ താൻ വീണ്ടും വരും. പോയതുപോലെ താൻ വീണ്ടും വരുമ്പോൾ നാം എങ്ങനെ ഉള്ളവരായിരിക്കണം? നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്നത്തെ പ്രസംഗ വിഷയവും അതുതന്നെയാണ്. എങ്ങനെ നമുക്കൊരു നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും? ആമേൻ. നിത്യനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ, നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതി എന്നൊരു കവചം ധരിച്ചുകൊണ്ട് വിശുദ്ധിയോട് കൂടെ മാത്രമേ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആമേൻ നമുക്ക് വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കുവാനായിട്ട് ആമേൻ സാധിക്കട്ടെ. ഒരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. കർത്താവ് ഒരു ഉപമ അവിടെ പറയുകയാണ്. ഒരു ഉപമയോട് അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് താൻ വിചാരിച്ചു. കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് താൻ വിചാരിച്ചു. അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതി, അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. തനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതൊക്കെയും തനിക്ക് ലഭിച്ചു. തനിക്ക് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എനിക്ക് ചിലരൊക്കെയും പറയാറില്ലേ, എനിക്ക് ഈ ഒരു വർഷത്തേക്ക് എനിക്ക് ഇനി പണിക്ക് പോകണ്ട, എനിക്ക് ആവശ്യമുള്ളതൊക്കെയും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഈ ലോകത്തിലുള്ളതൊക്കെയും താൻ സ്വരൂപിക്കുമ്പോൾ താൻ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് നാം ചെയ്യുന്നത്? ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ നിക്ഷേപം ഇടാതെ നമ്മളെ സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. ബൈബിൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നു. ആമേൻ. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത, പുഴുവും തുരുമ്പും എടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത സ്വർഗത്തിലായിരിക്കണം നമ്മുടെ നിക്ഷേപം. ആമേൻ. ഈ നാളുകളിൽ നമ്മുടെ നിക്ഷേപം യേശുവിലായിരിക്കണം, നമ്മുടെ ആശ്രയം യേശുവിലായിരിക്കണം. ഈ മനുഷ്യൻ സ്വയമായിട്ട് പറയുകയാണ്, എനിക്ക് ഏറിയ ആണ്ട് എനിക്ക് തിന്നുവാനും കുടിക്കുവാനും ആശ്വസിപ്പാനുമുള്ള വക എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഞാൻ എല്ലാം എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ എല്ലാം വച്ചിട്ടുണ്ട്. എനിക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാമെന്ന് താൻ സ്വയത്തിൽ നിന്നും പറയുമ്പോൾ കർത്താവ് അവനോട് ചോദിക്കുകയാണ്. ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രി നിന്നോട് ചോദിക്കും, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാകും? കർത്താവ് പറയാണ്, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ ഈ ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാകും? ആമേൻ. സ്വയമായിട്ട് ഈ ലോകത്തിൽ നിക്ഷേപിക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ ലോകത്തിൽ നിക്ഷേപിക്കുന്ന പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരാം, ഒരു കഥ പറഞ്ഞു തരാം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. തൻ്റെ 4ാമത്തെ ഭാര്യയെ താൻ ഏറെ സ്നേഹിക്കുകയും തൻ്റെ 4ാമത്തെ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം താൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു, ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു, നല്ല ആഹാരം താൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു. താൻ അധികമായിട്ട് സ്നേഹിച്ചു. തൻ്റെ 3ാമത്തെ ഭാര്യയും താൻ അധികമായിട്ട് സ്നേഹിക്കുകയും തനിക്ക് തൻ്റെ 3ാമത്തെ ഭാര്യയിൽ ഒത്തിരി പ്രശംസ ഉണ്ടായിരുന്നു, ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി ഒരു അഹങ്കാരം. താൻ അയൽ രാജ്യങ്ങളിലൊക്കെയും പോകുമ്പോൾ തൻ്റെ 3ാമത്തെ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. തനിക്ക് ഒത്തിരി ഒരു ശ്രേഷ്ഠത പറയുവാനൊക്കെയും ഉണ്ടായിരുന്നു. ഓക്കെ. എന്നാൽ തൻ്റെ 2ാമത്തെ ഭാര്യയെക്കുറിച്ച് നോക്കുമ്പോൾ രാജാവിന് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തൻ്റെ 2ാമത്തെ ഭാര്യയായിരുന്നു. താൻ എങ്ങനെ ജയിക്കണം, യുദ്ധങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ തൻ്റെ 2ാമത്തെ ഭാര്യയുടെ അടുത്തേക്ക് രാജാവ് ഓടി വരുമായിരുന്നു. എന്നാൽ തൻ്റെ 1ാമത്തെ ഭാര്യയെ രാജാവ് ഒരിക്കലും അവളെ മാനിച്ചിരുന്നില്ല. എന്നാൽ രാജാവ് ഒരിക്കലും അവരെ സ്നേഹിച്ചിരുന്നില്ല. എന്നാൽ രാജാവിനോട് ഒത്തിരി സ്നേഹം തൻ്റെ 1ാമത്തെ ഭാര്യയോടുണ്ടായിരുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. രാജാവ് മരിക്കത്തക്ക രോഗം വന്ന് കിടപ്പിലായി. ഇനി മരണമല്ലാതെ രാജാവിൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല. അത്രത്തോളം ക്ഷീണിച്ച് അവശനായിട്ട് മരിക്കുവാൻ തക്കവണ്ണമുള്ള രോഗത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജാവ് എത്തി. രാജാവ് തൻ്റെ 4ാമത്തെ ഭാര്യയെ വിളിച്ച് ചോദിച്ചു,
ഞാൻ നിനക്ക് ഒത്തിരി വസ്ത്രം വാങ്ങി തന്നില്ലേ? ഞാൻ നിനക്ക് കഴിക്കാൻ ആഹാരം വാങ്ങി തന്നില്ലേ? ഞാൻ നിനക്ക് ആഭരണം വാങ്ങി തന്നില്ലേ? നിനക്ക് എന്നോടൊപ്പം മരിക്കാൻ പറ്റുമോ? രാജാവ് കണ്ണടച്ചുകൊണ്ടാണ് ചോദിച്ചത്. കണ്ണു തുറന്നപ്പോൾ തൻ്റെ ഭാര്യയെ കാണാനില്ല. താൻ വാങ്ങിക്കൊടുത്ത വസ്ത്രവും ആഭരണവും എടുത്തുകൊണ്ട്, ദൈവമേ ഇനി ഇത് തിരിച്ചു വാങ്ങി വയ്ക്കുമോ എന്ന് പേടിച്ച് അതും എടുത്തുകൊണ്ടങ്ങ് ഓടി. രാജാവിന് അതിദുഃഖം തോന്നി. തൻ്റെ നെഞ്ചിലൊരു കത്തി കുത്തി ഇറക്കുന്നൊരു വേദന. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പണം മൊത്തവും തീർത്തു, തൻ്റെ പണം മൊത്തവും ഇവൾക്കായി ചെലവഴിച്ചു, എന്നിട്ടും എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ. രാജാവിനുള്ളിലൊരു സന്തോഷം തോന്നിയത്, 3 എണ്ണം ഉണ്ടല്ലോ, ഇനിയൊരു 3 ഭാര്യയും കൂടെ ഉണ്ട്, അവരെങ്കിലും എന്നോടൊപ്പം കാണുമല്ലോ എന്നോർത്ത് രാജാവിനൊരു സന്തോഷം തോന്നി. എന്നാൽ താൻ തൻ്റെ 3ാമത്തെ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചു. നിനക്ക് എന്നോടൊപ്പം മരിക്കുവാനായിട്ട് സാധിക്കുമോ? രാജാവേ, ഞാൻ ചെറുപ്പമാണ്, അങ്ങ് മരിക്കുന്നുമ്പേ ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കും. അങ്ങ് മരിക്കുന്നുമ്പേ ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കും. ഞാൻ ചെറുപ്പമാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. രാജാവ് അങ്ങ് മരിച്ചു. രാജാവ് മരിക്കാറായി കിടന്ന രാജാവ് മരിച്ചു. എന്നാലും തനിക്ക് 2 ഭാര്യയും കൂടെ ഉണ്ട്. താൻ 2ാമത്തെ ഭാര്യയെ വിളിച്ച് ചോദിച്ചു, നിനക്ക് എന്നോടൊപ്പം മരിക്കാൻ പറ്റുമോ? രാജാവേ, യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ ശരി തന്നെ, മരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഏറി വന്നാൽ ഞാൻ 16 വരെ രാജാവിൻ്റെ കൂടെ വീട്ടിൽ കാണും, അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞു. രാജാവിന് അതിദുഃഖം തോന്നി. രാജാവ് അങ്ങ് മരിച്ചതുപോലെ അങ്ങ് കിടന്നു. അപ്പോൾ ഒരു വിളി ഇങ്ങനെ കേട്ടു, രാജാവേ, ഞാൻ അങ്ങയോടൊപ്പം മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. തൻ്റെ 1ാമത്തെ ഭാര്യ അങ്ങനെ പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയോടൊപ്പം മരിക്കുവാൻ തയ്യാറാണെന്ന് ഉറച്ചു പറഞ്ഞു. അപ്പോൾ രാജാവിന് അതിദുഃഖം തോന്നി. അയ്യോ, ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ പരിഗണിച്ചില്ലല്ലോ, ഞാൻ നിന്നെ അവഗണിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. ഞാൻ മറ്റു 3 ഭാര്യമാരെ ഞാൻ സ്നേഹിച്ചപ്പോൾ ഞാൻ നിന്നെ പരിഗണിച്ചിരുന്നില്ലല്ലോ എന്നോർത്ത് രാജാവിന് അതിദുഃഖം തോന്നുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഈ 4 ഭാര്യമാരും നമ്മുടെ ജീവിതത്തോട് അനുബന്ധിക്കുന്ന 4 കാര്യങ്ങളാണ്. പറഞ്ഞു തരാം. 4ാമത്തെ ഭാര്യ നമ്മുടെ ശരീരത്തോട് ഉപമിക്കുന്നു. വസ്ത്രം, നല്ല ആഹാരം, നല്ല ആഭരണങ്ങൾ വാങ്ങിച്ച് മോടി പിടിപ്പിക്കുന്ന ഈ ശരീരം, ഇതാ പ്രാണൻ പോകുന്നതോടെ ശരീരം അങ്ങ് താഴെ വീഴുന്ന് അങ്ങ് കിടക്കും. ദാ പോകുന്നു. പ്രാണൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ശരീരം എവിടെ നിന്നോ അറിഞ്ഞൂടെ ദാ കിടക്കുന്നു. ഓക്കെ, 4ാമത്തേത് ശരീരത്തോട് ഉപമിക്കുന്നു. 2ാമത്തേത് നമ്മുടെ തൊഴിൽ, ജോലി, കാറ്, വീട്. എനിക്ക് 2 നില വീടുണ്ട്, എനിക്ക് 4 കാറുണ്ട്, ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞാലും മരിക്കുമ്പോൾ മക്കൾ അതങ്ങ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങ് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയുണ്ട്, ഞാൻ IAS ആണ്, കളക്ടറാണെന്ന് പറഞ്ഞാൽ നാളെ വേറൊരുത്തൻ കയറിയിരിക്കും നമ്മുടെ തൊഴിലിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയുവാനും സാധിക്കില്ല. 2ാമത്തെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബന്ധുക്കൾ, കൂട്ടുകാർ, അയൽവാസികൾ. പെട്ടെന്ന് പ്രശ്നം വരുമ്പം, എടാ കൂട്ടുകാരാ, ഓടിപ്പോയി നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, എന്താണ് പ്രശ്നം? അവർ ഏറി വന്നാൽ ശവക്കുഴി വരെ വരുള്ളൂ. അത് കഴിഞ്ഞ് 2 ദിവസം വിഷമം കാണും, 3ൻ്റെ അവരും പൊടി തട്ടി പോകും. 1ാമത്തെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെ കുറിച്ചാണ്. നാം മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമേ നമ്മോടൊപ്പം കാണുകയുള്ളൂ. ഈ ലോകം വിട്ട് നാം മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. അതാണ് ബൈബിൾ പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ ഭൂമിയിൽ നിന്നും, അല്ലെങ്കിൽ നാം ഇന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ, സ്വന്തം ആത്മാവിനെ നാം നശിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവത്തിലായിരിക്കണം. ഈ ലോകത്തിലല്ല നമ്മുടെ ആശ്രയം ഉയരത്തിലുള്ള ദൈവത്തിലായിരിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. എന്താണ് ഈ നരകം? പലർക്കും അറിയില്ല ഈ നരകം എന്താണെന്ന്. എന്താണ് ഈ നരകം? 16-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 25-ാമത്തെ വാക്യം, അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടുകൂടി ജീവിച്ചിരുന്നു. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, അവൻ്റെ പടിക്കൽ കിടന്നിരുന്ന ലാസർ എന്ന് പേരുള്ള വ്രണം നിറഞ്ഞവനായ വ്യക്തി. ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കിട്ടിയെങ്കിൽ ഭക്ഷിച്ച് വിഷപ്പടക്കാമായിരുന്നു എന്ന് കരുതിയിരുന്ന ലാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒരു ദിവസം ഈ ധനവാനും ലാസറും മരിച്ചു. ലാസറും മരിച്ചു. ലാസറാണ് ആദ്യം മരിച്ചത്. ലാസർ മരിച്ചു, അതിനുശേഷം ധനവാൻ മരിച്ചു. ഈ ധനവാൻ മരിച്ചപ്പോൾ ധനവാൻ നോക്കുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നു. ധനവാൻ നോക്കുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ
ലാസർ ഇരിക്കുന്നു. ധനവാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി. അയ്യോ, ഞാനിങ്ങ് യാതനാ സ്ഥലത്ത് ആയിപ്പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും എന്നോർത്ത് ഈ ധനവാനായ മനുഷ്യൻ ഒന്ന് ഞെട്ടി. ഞാൻ പള്ളിക്ക് അനവധി സംഭാവനകൾ ഞാൻ നൽകിയില്ലേ, ഞാൻ ഉപവാസം എടുത്തില്ലേ, ഞാൻ പള്ളിയിൽ ഞായറാഴ്ച മുടങ്ങാതെ പോയില്ലേ, ഇതുപോലെ കൺവെൻഷൻ വയ്ക്കുമ്പോഴൊക്കെ ഞാൻ കടന്നു വന്നില്ലേ, എന്നിട്ട് ഞാൻ എങ്ങനെ ഈ യാതനാ സ്ഥലത്തെത്തി എന്നോർത്ത് ഈ ധനവാന്റെ മനസ്സിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഇനി അങ്ങ് കയറ്റുകയില്ല, ഇവിടെ തന്നെ കിടക്കുകയും വേണം, വേദന അനുഭവിച്ച്. അങ്ങനെയും ധനവാന്റെ മനസ്സിൽ അതീവ വിഷമം തോന്നി. ധനവാന് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. തനിക്ക് 5 സഹോദരന്മാരുണ്ടായിരുന്നു. അവന്മാർ എന്നിലും തരികിടയാണ്, എന്നിലും മോശക്കാരാണ്. അവരെക്കുറിച്ച് തനിക്കൊരു വിഷമമുണ്ടായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ യാതനാ സ്ഥലത്തേക്ക് തൻ്റെ അനിയന്മാരും കടന്നു വരരുതേ എന്ന് ഓർത്ത് ഈ ധനവാനെ ദുഃഖം തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൻ്റെ 25-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു: അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഈ നരകം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അതാണ് ഇവിടെ പറയുന്നത്, നീയോ ഇപ്പോൾ വേദന അനുഭവിക്കുന്നു. പലരും പറയാറുണ്ട് സ്വർഗവും ഈ നരകവും എന്നൊക്കെ പറയുന്നത് ഈ ഭൂമി തന്നെയാണെന്ന്. ഇവിടുന്ന് പ്രാണൻ പോകുമ്പോഴറിയാം സ്വർഗമേത് നരകമേതെന്ന്. ആമേൻ. അതിനു മുമ്പ് നമുക്ക് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കിയാൽ, ആമേൻ, കർത്താവ് നമ്മെ കൈവിടാത്ത ദൈവം, അവൻ നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം. ആമേൻ. അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നിലും 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറയുന്നു. ആമേൻ. നമുക്ക് ഈ കിട്ടുന്ന അവസരം നാം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. ഗ്യാരണ്ടി പറയാൻ മനുഷ്യന് ഒന്നുമില്ല. മനുഷ്യൻ ഉണ്ടാക്കുന്ന സാധനത്തിന് മനുഷ്യൻ ഗ്യാരണ്ടി പറയും. ഒരാൾ ചോദിച്ചാൽ, ഈ ഞാൻ ഉണ്ടാക്കിയ കസേരയാണ്, ഇത് പറ്റുമോ? ഞാൻ ഗ്യാരണ്ടി എന്ന് പറയും. ഈ ഗ്യാരണ്ടി പറയുന്ന മനുഷ്യന് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് വിളിച്ചാൽ, അതാണ് പറഞ്ഞിരിക്കുന്നത്, മൂഢനായ മനുഷ്യ, നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ഇന്ന് ചോദിച്ചാൽ നീ ഈ ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാകും? ആമേൻ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, തന്നെത്താൻ നിക്ഷേപിക്കാതെ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം. ഏറി വന്നാൽ ബൈബിൾ പറയുന്നത്, ഏറിയാൽ 70, അത് കഴിഞ്ഞാൽ 80. ഈ കാലഘട്ടത്തിൽ അതും പോകുമെന്ന് സംശയമാണ്. എന്നാലും ഏറിയാൽ 70, അത് കഴിഞ്ഞാൽ 80. എന്തിനാണ് ഈ 70-80 വർഷം ജീവിക്കുമ്പോൾ ആമേൻ ഈ ലോകത്തിന് അനുരൂപരായി, ആമേൻ, ഈ ലോകത്തിന് അനുരൂപരായി, ആമേൻ, ഈ ലോകത്തിന് ഇഷ്ടം ചെയ്ത് തന്നെത്താൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നാം ജീവിക്കുന്നത്? ആമേൻ. നമ്മുടെ കർത്താവിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ, ആ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗം ഉണ്ട്. ആമേൻ. ദൈവമക്കൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗം ഉണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഇവിടെ പറഞ്ഞതുപോലെ ആമേൻ, നാം തന്നെത്താനെ ആശ്രയിക്കാതെ ആ കർത്താവിലായിരിക്കണം നമ്മുടെ ആശ്രയം, കർത്താവിലായിരിക്കണം നമ്മുടെ പ്രത്യാശ. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യനിലോ രക്ഷയില്ല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ആമേൻ, അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആമേൻ, ഈ നാളുകളിൽ ആമേൻ, ആ ദൈവത്തിൽ നാം ആശ്രയിച്ചോളണം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ആശ്രയിച്ചോളണം. നാം പള്ളിയിൽ വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല, ഇതുപോലെ കൺവെൻഷന് വന്നതുകൊണ്ട് സ്വർഗത്തിൽ പോവില്ല. ധനവാനായ മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, ഞാൻ കൺവെൻഷന് വന്നു, ഞാൻ പള്ളിയിൽ വന്നു, ഞാൻ സ്തോത്ര കാഴ്ച കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു, എന്നിട്ടും ഞാൻ എങ്ങനെ യാതനാ സ്ഥലത്തെത്തി? നിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടോ? അതാണ് കാര്യം. നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടോ? ആമേൻ. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. നമ്മുടെ സന്നിധിയിൽ കർത്താവ് ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടായിരിക്കണം, നമ്മുടെ പ്രവൃത്തിയിൽ കർത്താവ് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആമേൻ, നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. നിത്യത, ആമേൻ, ഒരിക്കലും അവസാനിക്കാത്ത യുഗായുഗ വർഷം നമുക്ക് ആ നിത്യതയിൽ നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഈ നശിച്ചു പോകുന്ന വെറും തീക്കായിട്ടാണ് ഈ ഭൂമി വച്ചിരിക്കുന്നത്. നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ ആശ്രയിക്കാതെ ആമേൻ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ആമേൻ. നമുക്കൊരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ഈ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചായിരിക്കുന്ന കർത്താവേ സകല വ്യക്തികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സകലരെയും അങ്ങ് തൊടുന്നതിനായി
സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ലോകത്തിൽ ആശ്രയിക്കാതെ കർത്താവെ, നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ആശ്രയിക്കാതെ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ആ നിത്യത പ്രാപിക്കുവാൻ, ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ കർത്താവെ സകല മനുഷ്യരെയും അങ്ങ് ശക്തീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരാൾ പോലും കർത്താവെ യാതനാ സ്ഥലത്ത് പോകാതെ വണ്ണം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവ്. ജനം മുട്ടുമടക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന ഓരോ ശുശ്രൂഷയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കും. സർവ്വനാമത്തിനെ ആമേൻ, ആമേൻ, ആമേൻ. എന്തിനു വേണ്ടി? കണ്ണുനീരൊപ്പാൻ, വേദന മാറ്റാൻ, നിരാശ മാറ്റാൻ, നീറുന്ന വിഷയത്തിന്, നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ, ആർക്കും മറുപടി തരാൻ പറ്റാത്ത ചില വിഷയങ്ങളെ ഇന്ന് രാത്രി കയ്യിലെടുത്ത് മറുപടി തരാൻ ഇന്ന് രാത്രി ദേശത്ത് യേശു വന്നിട്ടുണ്ട്. വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഒരു മറുപടി ഇല്ലയോ എന്ന് നീ ഞരങ്ങുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ, ആ കണ്ണുനീര് തുടക്കാൻ, ആ ഞരക്കം മാറ്റാൻ അധികാരമുള്ള ഒരുവൻ ഈ ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഓ, എന്നെ ആരും കാണുന്നില്ലയോ, എന്നെ ആരും അറിയുന്നില്ലയോ എന്ന് നീ ഞരങ്ങുമ്പോൾ സ്നേഹിതരെ, ഹാഗർ സ്തോത്രം ദൂരെ യാത്ര ചെയ്യുമ്പോൾ ആരും എനിക്കില്ല എന്ന് അവൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ നടുവിൽ ഒരു ശബ്ദം കേട്ടു. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം. ഈ ഹാഗറിനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഓ സ്തോത്രം, നീ തിരികെ പോക. അവളോട് സംസാരിച്ച ഒരു ദൈവമുണ്ട്. ആ കുഞ്ഞുമായി ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഈ മകൾ കരയുമ്പോൾ കരയുന്ന കുഞ്ഞിന്റെ കണ്ണീര് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു, ഹാഗറേ, ഹാഗറേ. പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവം. ഇന്ന് രാത്രി ശമൂവേലിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം, ഇരമ്യാവിനെ ഉരുവാകും മുമ്പേ കണ്ട ദൈവം, ഇന്ന് രാത്രി ഈ ദേശത്തിൽ ഈ ശബ്ദ പരിധിക്കുള്ളിരിക്കുന്ന പൈതലെ നിന്നെ കാണുന്നുണ്ട്. നീറുന്ന വിഷയത്തിന് പരിഹാരം തരാൻ ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന കുഞ്ഞെ പൈതലെ, വ്യത്യസ്തമായ വിഷയത്തോടെ നീ തകർന്നിരിക്കുക. എന്നാൽ ഞാൻ പറയാം, ആരെല്ലാം കൈവിട്ടാലും നിന്നെ കൈവിടാത്ത ഒരു സർവശക്തൻ, ആരെല്ലാം മാറിപ്പോയാലും മാറ്റിവിടാത്ത ഒരു ദൈവം ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. ഭാരത്തോടും രോഗത്തോടും പ്രശ്നത്തോടും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകുമ്പോൾ നമുക്കറിയാം, ഒരു ആളിനെ ICUയിലേക്കോ അല്ലെങ്കിൽ സ്വത്രം ICU യൂണിറ്റിലേക്ക് കയറ്റുമ്പോൾ സ്വത്രം അവൻ്റെ പ്രിയപ്പെട്ട ഒരു ബന്ധുക്കളെല്ലാം പുറത്ത് ഡോറിൻ്റെ പുറത്തേ നിൽക്കാൻ പറ്റൂ, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. എന്നാൽ ആർക്കും കയറാൻ പറ്റാത്ത മേഖലയ്ക്കകത്തും കയറി ചെന്ന് അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു രാജാതിരാജാവ്, ഒരു കർത്താവ്, ഒരു അത്ഭുത മന്ത്രി, ഒരു വീരനാം ദൈവം, ഒരു നിത്യ പിതാവ്, ഓ തത്വത്തിൽ മുദ്രയായവൻ ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ഗ്രൗണ്ടിൽ യേശു വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ നിന്നൊരു ദൈവശക്തി, യേശുവിന്റെ ശക്തി തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. എന്തിനു വേണ്ടി? ബന്ധനങ്ങളെ ഉടയ്ക്കാൻ, ചങ്ങലകൾ അഴിക്കാൻ. ഹല്ലേലൂയ. മദ്യം നിനക്ക് സമാധാനം തരികയില്ല, ലഹരി വസ്തു നിനക്ക് സമാധാനം തരികയില്ല. അല്പം ഒരു ആശ്വാസത്തിനായിരിക്കാം നീ മദ്യപിക്കുന്നത്. ഈ മദ്യം നിന്റെ കുടുംബത്തെ കുളം തോണ്ടുമ്പോൾ യേശു നിന്റെ കുടുംബത്തെ പണിയും. മദ്യം നിന്റെ സമ്പത്തിനെ തകർക്കുമ്പോൾ, സമാധാനത്തെ തകർക്കുമ്പോൾ, തലമുറകളുടെ ഭാവികളെ തകർക്കുമ്പോൾ, ഇനി എന്തിന് ജീവിക്കണമെന്ന് തലമുറകളും കൂടെ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്നേഹിത, അല്പ ആശ്വാസത്തിന്, അല്പ സമാധാനത്തിന് നീ രുചിക്കുന്ന ഈ മദ്യം നിന്നെ നിത്യ നരകത്തിനകത്തെത്തിക്കും. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ആ യേശു നിന്നെ ഇരു കരവും നീട്ടി സ്വീകരിക്കാൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. മദ്യം നിനക്ക് സമാധാനം തരികയില്ല. എത്ര നാളുകളായി നിന്റെ ഭവനത്തിനകത്ത് കണ്ണുനീരിന്റെ നീർച്ചാലുകൾക്ക് ആയിരിക്കുന്നു സ്വത്രം. എന്നാൽ ഇന്ന് രാത്രി ആ കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ, അയ്യോ എനിക്ക് ആരുമില്ലല്ലോ എന്ന് തോന്നുന്ന സ്ഥലത്തും ആമേൻ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു യേശു ഇന്ന് ഈ ദേശത്ത് വന്നിട്ടുണ്ട്. കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് ആരംഭിക്കാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു കർത്താവ് സ്വത്രം എന്ന സുവിശേഷം. ആരാണ് സുവിശേഷം? എന്താണ് സുവിശേഷം? സുവിശേഷത്തെ ആർക്കെങ്കിലും ഒതുക്കാൻ പറ്റുമോ? ഒതുക്കിയാൽ എന്താ സംഭവിക്കുക? ആളിൽ ഓരോരുത്തരെ ഒതുക്കാൻ ശ്രമിക്കും തോറും സുവിശേഷം വളർന്നുകൊണ്ടിരുന്നു, ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു, കൂട്ടം കൂട്ടമായി ദേശം ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആരെങ്കിലും ഒതുക്കാൻ നോക്കിയാൽ ഒതുങ്ങുന്നതല്ല ഈ തിരുവചനം, ഒതുങ്ങുന്നതല്ല ഈ ശുശ്രൂഷ, ഒതുങ്ങുന്നതല്ല യേശുവിന്റെ നാമം. പിന്നെ ആർക്കും ഒതുക്കാൻ പറ്റാത്തതാണ് യേശുവിന്റെ നാമമെന്ന് ഇന്നലെ രാത്രി നമ്മൾ കേൾക്കാൻ ഇടയായിത്തീർന്നു. അവസാനം നമ്മൾ കേട്ടു, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. ഒരു മനുഷ്യനെ മൂടാ ഇന്ന് ആ കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുമ്പോൾ ഇവിടെ കേൾക്കാൻ ഇടയായിത്തീർന്നു. മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിക്കും, നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാകും? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നീ എല്ലാം ഒരുക്കി വെച്ചോ. മൂടാ, സ്വത്രം. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർ സ്വത്രം, നമുക്ക് സമ്പത്ത് വേണ്ടേ? വേണം. ജോലി വേണ്ടേ? വേണം. ഇതെല്ലാം ആവശ്യമാണ്. നമുക്ക് ഈ ഭൂമിയിലുള്ള സമ്പത്തും ജോലിയും നന്മയും പദവിയും പ്രൗഢികളും
എല്ലാം ദൈവം തരുന്ന എല്ലാം ആവശ്യമാണ്. വേദപുസ്തകം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ഒരു പൈതലിന് അതത് സമയത്ത് എന്തൊക്കെയാണോ വേണ്ടത്, എത്രർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ അപ്പൻ ആരാധിക്കുന്ന ഒരു മകളെ ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. കർത്താവിനെ ആരാധിക്കുന്ന മക്കൾ സ്വത്രം അപ്പ ഇത് വേണം അത് വേണമെന്ന് പറയേണ്ട. കർത്താവിനെ അറിയാം എനിക്ക് എന്തു വേണം. എന്നാൽ യേശുവിനെ പ്രാപിച്ച പൈതലിന് സങ്കടമില്ല, വിഷമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം അവർക്കറിയാം സ്വത്രം എന്താണ് കർത്താവ് പറഞ്ഞത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. എത്ര പേർ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവരുണ്ട് ഈ ഭൂമിയിൽ? ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകം വിശുദ്ധന്മാർ ഭൂമിയുടെ 5 വൻകരകളിൽ നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര യുദ്ധം കാണും. എങ്കിലും അവര് എവിടെയെന്നറിയാമോ താമസിക്കുന്നത്? ഹല്ലേലൂയ, ഈ ദൈവ സാന്നിധ്യത്തിനകത്താണ്. ഈ ദൈവരാജ്യത്തിനകത്താണ്. ഈ ദൈവരാജ്യത്തിനകത്ത് ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിക്കണമെന്നാണ് യേശുവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന പൈതലിന് ഒന്നിനും ഒരു മുടക്കം വരുത്താൻ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം വിചാരപ്പെടുന്ന ആരാണ്? അപ്പനില്ലാത്ത മക്കൾ വിചാരപ്പെടും, അപ്പനുള്ള മക്കൾ വിചാരപ്പെടത്തില്ല. അപ്പൻ കരുതുമെന്ന് ഉറപ്പുണ്ട്. എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. എനിക്കൊരു അപ്പനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അപ്പത്തിനല്ല വിചാരപ്പെടുന്നത്, ഭൂമിയിലുള്ള നന്മയ്ക്കല്ല വിചാരപ്പെടുന്നത്. പിന്നെയോ യേശു ജീവിച്ചതുപോലെ ഒന്ന് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ പ്രസംഗമായിരുന്നു ജീവിതം. യേശു എങ്ങനെ പ്രസംഗിച്ചോ അതായിരുന്നു ജീവിതം, എങ്ങനെ ജീവിച്ചോ അതായിരുന്നു പ്രസംഗം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശു എങ്ങനെ പ്രസംഗിച്ചോ അതായിരുന്നു ജീവിതം, യേശു എങ്ങനെ ജീവിച്ചോ അതായിരുന്നു പ്രസംഗം. അതിലപ്പുറത്ത് മറവറില്ലാത്ത ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെതും. പ്രസംഗവും അത് തന്നെ, ജീവിതം അത് തന്നെ. ഒരു ദൈവപൈതൽ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ദാഹിക്കുന്നതും അപ്പച്ച അങ്ങെപ്പോലെ ഒന്ന് എന്നായിത്തീരും. ഒരു നിമിഷമെങ്കിലും അങ്ങെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങ് സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങ് ക്ഷമിച്ചതുപോലെ ഒന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ, അങ്ങ് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ. യേശുവിൻ്റെ സ്നേഹം ആഴമായ സ്നേഹമാണ്. 12 ശിഷ്യന്മാരെ കൊണ്ടുപോകുമ്പോൾ അതിലൊരുത്തൻ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തവനാണ് യൂദാസ്. നോക്കിയേ, യേശു ക്രിസ്തു യൂദാസിനെ ഏത് ദിവസം വരെ സ്നേഹിച്ചു? അവസാനം വരെ, മരണം വരെ യേശു സ്നേഹിച്ചു. യേശു യൂദാസിനെ മരണം വരെ സ്നേഹിച്ചു. യേശുവിനെ അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? ഈ 12 പേരിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിനെ മണ്ടേ അറിയാമായിരുന്നു. സ്വത്രം. എന്നാൽ എന്നിട്ടും ഈ നമ്മളാണെങ്കിലോ, എന്നെ ഒറ്റിക്കൊടുക്കുന്ന ഒരാൾ എൻ്റെ കൂടെ നടന്ന, ഞാൻ എൻ്റെ അടുത്തുകൂടെ വരുന്ന വലതുവശത്താണ് ആ ഒറ്റിക്കൊടുക്കുന്ന ആൾ നിൽക്കുന്നെങ്കിൽ, എൻ്റെ ഇടതുവശത്തൂടെ വരുന്നവരോട് പറയും, ഇവനുണ്ടല്ലോ അല്ലെങ്കിൽ ഇവളുണ്ടല്ലോ എന്നെ ഇങ്ങനെ ഒറ്റിക്കൊടുക്കാൻ നടക്കുക, നിങ്ങൾ എഴുതി വെച്ചോ എന്നെങ്കിലും പറയും. പക്ഷേ യേശു ഈ യൂദാസിനെ കുറിച്ച് ഒരിടത്ത് പോലും പറഞ്ഞില്ല. ഇവൻ എന്നെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞ് എപ്പോഴാ? അവസാനമാണ്, ലാസ്റ്റ് മൊമെന്റിലാണ് യേശു പറഞ്ഞത്. അതുവരെയും ഇവനെ കൊണ്ട് നടന്നു, ഇവനെ സ്നേഹിച്ചു, അന്ത്യ അത്താഴം കൊടുത്തു, സ്വത്രം അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. മരണം വരെ തള്ളിപ്പറയുമെന്നും ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞ യൂദാസിനെ സ്നേഹിച്ച ഒരു സ്നേഹം, ഇതെൻ്റെ അകത്ത് വരാനാണ് ഞാൻ ഉപവസിക്കേണ്ടത്, ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, യേശുവിൻ്റെ അകത്ത് നിറയേണ്ടത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? ഈ ലോകത്തിലുള്ള എല്ലാം വേണം, അതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം എൻ്റെ യേശുവിനെ അറിയാം എനിക്ക് ആവശ്യമെന്ന്. എന്തൊക്കെ വേണം, ഇന്നെനിക്ക് എന്തു വേണം എന്നെൻ്റെ യേശുവിനെ അറിയാം. അപ്പനുള്ള മകൾ ഒരു ഉറപ്പുണ്ട്, എൻ്റെ അപ്പൻ എനിക്കുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. അമ്മ എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിന് ആവശ്യം ആഹാരമുണ്ട്, രാവിലെ കാപ്പി വേണം. സ്വത്രം. എപ്പോഴും കുഞ്ഞ് രാത്രി 12 മണിക്കും അമ്മയെ തട്ടിയിട്ട് പറയാറില്ല, അമ്മേ രാവിലെ എനിക്ക് 8 മണിക്ക് പോകണം, കാപ്പി തരണേ. അമ്മേ 12 മണിക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എനിക്ക് ചോറ് തരണമെന്ന് പറയൂ എല്ലാ ദിവസവും? ഇല്ല, പറയത്തില്ല. എന്താ പറയത്തെ? രാത്രി അപ്പനെ അമ്മയെ ഉറങ്ങാതെ അടിയും വിളിയും നിർത്തി പറയൂ, എനിക്ക് രാവിലെ കാപ്പി വേണം, ചോറ് വേണം, രാവിലെ കാപ്പി വേണം പറയുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അമ്മ അതെല്ലാം കരുതി വച്ചിരിക്കും. കുഞ്ഞ് പോകുമ്പോൾ കയ്യിലെടുത്ത് ഭക്ഷിക്കേണ്ട ആഹാരം മേശപ്പുറത്ത് എന്ത് ചെയ്യും? കുഞ്ഞ് പറഞ്ഞിട്ടാണോ? കുഞ്ഞ് കഴിച്ചില്ലെങ്കിൽ അമ്മ എന്ത് പറയും? മക്കളെ കഴിച്ചിട്ട് പോ, ശകലം കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ വാരി കൊടുക്കും. എത്ര വലിയ കുഞ്ഞായിരുന്നാലും വലുതായാലും നമ്മളെക്കാളും പൊക്കം വെച്ചാലും എന്ത് ചെയ്യും? അമ്മ വാരിക്കൊടുക്കും. മോൻ പറഞ്ഞിട്ടല്ല, മോള് പറഞ്ഞിട്ടല്ല,
അതാണ് അമ്മ. ഈ ഭൂമിയിലെ അമ്മ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് അറിയരുതോ എനിക്കെന്ത് വേണമെന്ന്? അർത്ഥം അവിടെ ഞാൻ ഈ ലോകത്തിലുള്ള ചിലതിന് വേണ്ടിയാണ് ഞാൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, മത്തായി 7 നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൻ ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ വിചാരപ്പെടുന്നത്. അപ്പൻ ഉണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചൊരു വിചാരമില്ല, ധൈര്യത്തോടെ പറയും എൻ്റെ യേശുവിനെ എനിക്ക് കിട്ടിയാൽ ബാക്കിയെല്ലാം ഫ്രീ ആണ്. എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിനകത്ത് വന്നാൽ അതിൽ പരം വേറെ ഒന്നുമില്ല. എൻ്റെ യേശുവിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളത്തിനകത്ത് വന്നാൽ അതിൽ പരം വേറെ ഒന്നുമില്ല. യേശു പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, യേശു പ്രസംഗിച്ചതുപോലെ ഒന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞെങ്കിൽ, യേശു ജീവിച്ചതുപോലെ ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, യേശു ശത്രുവിനെ സ്നേഹിച്ചതുപോലെ മരണം വരെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ശത്രുവിനെ മരണം വരെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, കാർക്കിച്ച് തുപ്പിയവനെ സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, താടി രോമങ്ങൾ പിടിതെടുത്തവനെ സ്നേഹിച്ചതുപോലെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ, 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിന് വേണ്ടി തിബിരിയാസിന്റെ കടൽക്കരയിൽ അപ്പവും മീനും ചുട്ടുവെച്ച് കാത്തിരുന്ന എൻ്റെ ദൈവത്തെ പോലെ ഒന്ന് എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും ഒന്ന് മാറിയെങ്കിൽ, എൻ്റെ രഹസ്യ ജീവിതവും എൻ്റെ പരസ്യ ജീവിതവും ക്രിസ്തുവിൻ്റെ മുൻപിൽ തുറന്ന പുസ്തകം പോലെ എപ്പോഴും തുറന്നു കിടക്കാൻ യോഗ്യതയുള്ളതായി ഒന്ന് മാറിയെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം എന്നിൽ വന്നെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന ഒരു ശബ്ദമായി ഞാൻ മാറിയെങ്കിൽ, ക്രിസ്തു യേശു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതം എന്നിലൂടെ വന്നെങ്കിൽ, ഏറ്റവും ഈസഡ് മേഖലയ്ക്കകത്തും പ്രിയ പൈതലെ എന്നെ അപ്പൻ എന്നൊരു വാക്ക് പറയത്തക്ക നിലവാരത്തിൽ നിന്റെ ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിതം എനിക്ക് ഇഷ്ടമായി മോളെ എന്ന് പറഞ്ഞെങ്കിൽ, എത്ര ഉപവസിക്കാറുണ്ട് ഇതിനു വേണ്ടി? നമ്മൾ ആരും ഉപവസിക്കാറില്ല ഇതിനു വേണ്ടി. നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതെല്ലാം നേരത്തെ കേട്ടതുപോലെ ഈ ലോകത്തിലെ സുഖങ്ങളെ ഓർത്തുകൊണ്ടാണ്. പക്ഷേ ഈ സമ്പത്തെല്ലാം നമുക്ക് വേണം, എല്ലാം വേണം. പക്ഷേ ഇതിനെ പിടിക്കരുത്. പിടുത്തം മുഴുവൻ ഉയരത്തിൽ, ക്രിസ്തുവിൽ, ആമേൻ, സമ്പത്തിൽ ആയിരിക്കട്ടെ. ബാക്കിയെല്ലാം ഉപയോഗിക്കുക, മാറ്റുക, ആശ്രയിക്കട്ടെ. സ്തോത്രം. നമ്മുടെ ആശ്രയം എവിടെയാണ്? യേശു ആയിരിക്കട്ടെ. ഈ ലോകത്തിലുള്ള ഒന്നുമില്ല, നമുക്ക് എല്ലാം ആവശ്യമാണ്. പക്ഷെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എൻ്റെ ദൈവം എന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, എവിടെയെല്ലാം കൊണ്ടുപോകണം, എവിടെയൊക്കെ ഇരുത്തണം, ഏതൊക്കെ ഭാഗത്തൂടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, അതത് സമയത്ത് ആരെല്ലാം തടഞ്ഞാലും ആരെല്ലാം അടയ്ക്കാൻ നോക്കിയാലും അടയ്ക്കാൻ പറ്റത്തില്ല. തുറന്നത് ദൈവമാണെങ്കിൽ അടയ്ക്കാൻ കഴിവുള്ളവനാർ? ആർക്ക് പറ്റും അടയ്ക്കാൻ? എൻ്റെ ദൈവം തുറന്നാൽ അത് അടയ്ക്കുന്നവനാർ, ദൈവം അടച്ചാൽ അത് തുറക്കുന്നവനാർ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ജാതികളാണ് വിചാരപ്പെടുന്നത്, ജാതികളാണ് ജൽപ്പന ചെയ്യുന്നത്. മക്കൾ വിചാരപ്പെടുകയല്ല. മക്കൾക്കറിയാം എനിക്കൊരു അപ്പനുണ്ട്. ഈ അപ്പൻ അപ്പനായും അമ്മയായും എല്ലാമായും യേശുവേ അങ്ങ് വേണം, യേശുവേ വേണം. ആരൊക്കെയായിട്ട് വേണം നമുക്ക്? അപ്പനായിട്ട് വേണം, അമ്മയായിട്ട് വേണം, എല്ലാമായിട്ട് ആരാ വേണം നമുക്ക്? യേശുവിന് വേണം. ഈ യേശുവിൻ്റെ ജീവിതത്തിനകത്ത് വന്നാൽ ഞാൻ പറയാം, സ്വത്രം, ഹല്ലേലൂയ. ഇന്നലെ വരെയുള്ള സകല കെട്ടുകളും പൊട്ടും. യേശുവിൻ്റെ അകത്ത് വന്ന് എൻ്റെ കണ്ണ് തുറക്കും. യേശുവിൻ്റെ അകത്ത് വന്നാൽ സഹോദരനെ സഹോദരനായി കാണാൻ, ഭർത്താവിനെ ഭർത്താവെ കാണാൻ, ഭാര്യയെ ഭാര്യയെ കാണാൻ, മക്കളെ മക്കളായി കാണാൻ, മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണാൻ, സ്നേഹിതരെ സ്നേഹിതരെ കാണാൻ, ദൈവത്തെ ദൈവമായി കാണാൻ, കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണാൻ കഴിയണമെങ്കിൽ യേശുവിൻ്റെ അകത്ത് വരണം. അല്ലെങ്കിൽ സ്വത്രം, ഹല്ലേലൂയ, മനുഷ്യരെ മൃഗം പോലെ കാണേണ്ട ഇടവരും. ദൈവത്തിന് സ്വത്രം. മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാനോ നമ്മുടെ ഈ ലോകത്തിൽ എന്തോ ആണെന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ മാറ്റം വരണമെങ്കിൽ സർവശക്തനാകുന്ന യേശു എൻ്റെ നിങ്ങളുടെ അകത്ത് വരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വചനം നമുക്കറിയാം. ഇന്നലെ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളെന്നും ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്നും ഈ വചനം ദൈവത്തിന് സ്വത്രം യേശുവാണെന്നും ആമേൻ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായിത്തീർന്നു. സ്വത്രം, വചനം യേശുവാണ്. യേശു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ആര്? ഹല്ലേലൂയ. യോഹന്ന സുവിശേഷം 1-ാം അധ്യായം. നമ്മുടെ ഇന്ന് കേൾക്കേണ്ട സുവിശേഷം അതല്ല എങ്കിലും ഞാൻ അല്പസമയം പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 22-ന്റെ 10, 11, 12, വെളിപ്പാട് പുസ്തകം 22-ന്റെ 6, 7 വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 22-ന്റെ 20-ാം വാക്യത്തിലേക്കും നമ്മൾ വേഗത്തിൽ കടന്നു പോകും. അതിന് തൊട്ട് മുമ്പ് സ്വത്രം അല്പസമയം നോക്കിയേ. സ്വത്രം, നമ്മുടെ ദൈവം ആര്? നമ്മുടെ ദൈവം ആര്? ദൈവം ആരെന്നറിഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ചെന്ന് ദൈവമേ എന്ന് വിളിക്കും. ദൈവം ആരെന്നറിഞ്ഞാൽ ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കും, പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കും, പറയേണ്ടവണ്ണം പറയും, നോക്കേണ്ടവനെ നോക്കും, ആരാധിക്കേണ്ടവൻ ആരാധിക്കും. ഇല്ല എങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ദൈവം ആരാ ദൈവം? വായിച്ചേ യോഹന്ന സുവിശേഷം 1-ാം അധ്യായം 1, 2 വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു. വായിച്ചേ. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ആരായിരുന്നു? ദൈവം ആയിരുന്നു. ഒന്നുകൂടെ വായിച്ചേ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. വചനം ദൈവം
ആയിരുന്നു. വചനം ആരായിരുന്നു? വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. അടുത്ത വരി. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്ത്. സകലവും അവൻ മുഖാന്തരം ഉളവായി. സകലവും ആര് മുഖാന്തരം? എൻ്റെ ദൈവം മുഖാന്തരം ഉളവായി. ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും സകലതും എൻ്റെ ദൈവത്താൽ ഉളവായി. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ഇതാണോ? ഈ ആകാശത്തെ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഗാലക്സി സകല നക്ഷത്ര കൂട്ടങ്ങൾക്ക് പേരിട്ട് അതിലിട്ട് സൂര്യനെ സൃഷ്ടിച്ച് നിർത്തിയിട്ട്, സൂര്യ നീ ഇന്ന സ്ഥലത്ത് നിൽക്കണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്, എൻ്റെ മക്കൾ ഭൂമിയിൽ പാർപ്പുണ്ട്, അവർക്ക് തണുപ്പ് വരും, സ്വത്രം അവർ തണുത്ത് മരിച്ചു പോകും, സൂര്യ നീ അല്പം പോലും താഴോട്ട് വരല്, താഴോട്ട് അധികം വന്നാൽ ഈ ചൂട് കൊണ്ട് എൻ്റെ മക്കൾ കത്തിപ്പോകുമെന്ന് ഭൂമിയിലെ ജനത്തെ നോക്കി പറഞ്ഞു നിർത്തിയ തമ്പുരാൻ ആരാ? ഞാൻ പ്രസവിക്കുന്ന സർവശക്തനാകുന്ന എൻ്റെ ദൈവം. ഈ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അതോ എൻ്റെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെയാണോ? റോമർക്ക് ലേഖനം 1-ാം അധ്യായം അങ്ങനെ വെച്ചിട്ട് റോമർക്ക് ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വായിച്ചേ. റോമർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ആര്? സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമി കാണുന്ന സൃഷ്ടിയാണോ ദൈവം? ആകാശമാണോ ദൈവം? ആകാശത്തിലുള്ള നക്ഷത്രങ്ങളാണോ ദൈവം? ഭൂമിയാണോ ദൈവം? ഭൂമിയിലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതാണോ ദൈവം? ഇല്ല. ദൈവം ആര്? സകലത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ആകാശം സൃഷ്ടിച്ച ദൈവം എന്നെ നടത്തിയിടുമേ. ഈ ഭൂമി സൃഷ്ടിച്ച ദൈവം എന്നെ ഉയർത്തിയിടുമേ. ഹല്ലേലൂയ. ആകാശം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, ഭൂമിയെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, കരയെ മാറ്റി കടലിനെ മാറ്റി ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സകലത്തെ അതതിന്റെ പൊസിഷനിൽ നിർത്തി അതിരിട്ട ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ പേരറിയാമോ? ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് ഈ കാണുന്ന സകല നക്ഷത്ര കൂട്ടങ്ങളുടെ പേരുകൾ അവയ്ക്ക് എൻ്റെ ദൈവം വിളിക്കും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, വനത്തിലെ മൃഗങ്ങളുടെ പേരിന്റെ സമയം നിങ്ങൾക്കറിയാമോ? എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് അവയുടെ പേരെപ്പോഴെന്ന് അറിയാം, അവരുടെ പിറപ്പെപ്പോഴെന്ന് അറിയാം. അതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ? ലോകത്തിലുള്ള സകല പക്ഷി മൃഗജാലങ്ങൾക്കും കാട്ടിലും വനങ്ങളിലും ആസ്വത്രം ഗുഹയ്ക്കകത്ത് കിടക്കുന്ന മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അതത് സമയത്ത് ഭക്ഷണം കൊടുക്കുന്ന ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. മനുഷ്യന് മാത്രമല്ല, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം സകല ചരാചരങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്, അവയെ കരുതുന്നുണ്ട്. ഇങ്ങനൊരു ദൈവത്തെയാണോ നിങ്ങൾ സ്തുതിക്കുന്നത്? ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം, ആരാധിപ്പാൻ യോഗ്യൻ ഒരുവൻ മാത്രം. അതത്രേ സർവശക്തനാകുന്ന സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അതത്രേ സർവശക്തനാകുന്ന ദൈവം. ഇന്ന് രാത്രി എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഞാനും നിങ്ങളും സ്തുതിക്കുന്നതും നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരോട്? ഇതിൽ എഴുതിയിരിക്കുന്ന റോമർക്ക് ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അടുത്ത് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇതിന്റെ എല്ലാ രൂപം മനുഷ്യൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഉണ്ടാക്കിയിട്ട് ഇതിന് ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മുടെ കീച്ചയിൽ കിടക്കുന്ന യേശു ക്രിസ്തു യേശു ആണോ? സ്തോത്രം. നമ്മുടെ വീടുകളിലെ ചുവരുകളിൽ ഇരിക്കുന്ന യേശു ക്രിസ്തു യേശു ആണോ? യേശു ക്രിസ്തു ഇന്നും കല്ലറയിൽ മരിച്ചു കിടക്കുകയാണോ? ആർക്കാണ് സാധാരണ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് ഇടുന്നത്? ആരുടെ മുമ്പിലാണ് ലൈറ്റ് കത്തിക്കുന്നത്? ആരുടെ മുമ്പിലാണ് ഹാരമിടുന്നത്? ജീവനുള്ളതിന്റെ മുൻപിൽ ആരെങ്കിലും ഹാരമിടാറുണ്ടോ? സീരിയൽ ഇടാറുണ്ടോ? ലൈറ്റ് കത്തിക്കാറുണ്ടോ? നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഫോട്ടോയുടെ മുമ്പിൽ ലൈറ്റ് ഇടുമ്പോൾ അർത്ഥം ആ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുന്നല്ല അർത്ഥം? ഇല്ല സ്നേഹിത. ഓ സ്തോത്രം. ഇല്ല. പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. പിന്നെ എങ്ങനെ നമ്മൾ അതിന് മുമ്പിൽ
സീരിയലിടും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കീ ചെയിലും നമ്മുടെ പുസ്തകത്തിനകത്തും നമ്മുടെ ബുക്കിനകത്തും വെച്ചിരിക്കുന്ന യേശുവിൻ്റെ ഫോട്ടോ ആര് പറയും ദൈവമാണെന്ന്? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ. സൂര്യൻ്റെ ഫോട്ടോയെ ആർക്ക് പകർത്താൻ പറ്റും? ആരുടെ ക്യാമറയിൽ അത് പതിയും? എൻ്റെ യേശുവിൻ്റെ മുഖത്തെ ആരുടെ ക്യാമറയിൽ പതിയും? ഒരു ആക്ടർ യേശു ക്രിസ്തുവായിട്ട് അഭിനയിച്ച ഒരാളിൻ്റെ ഫോട്ടോ നമ്മുടെ ചുവരിലിരുന്നാൽ ദൈവമാകുമോ? 4 സ്വത്രം ഭിത്തിക്കകത്ത് ഒതുങ്ങുന്നതാണോ ദൈവം? 4 ചെറിയ ബോർഡിനകത്ത് ഒതുങ്ങുന്നതാണോ ദൈവം? ഒരു ഫോട്ടോക്കകത്ത് ഒതുങ്ങുന്നതാണോ എൻ്റെ ദൈവം? യെശയ്യാവിന്റെ പുസ്തകം പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. ഹല്ലേലൂയ! സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠമെങ്കിൽ അർത്ഥം എന്താ? സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന. യിരെമ്യാവിന്റെ പുസ്തകം 23:24 പറയുന്നു, ഓ സ്തോത്രം, എന്നെ ഒളിച്ച് മറഞ്ഞ് ആർക്കെങ്കിലും ഇരിക്കാൻ കഴിയുമോ? ഞാൻ മുഴു ലോകവും നിറഞ്ഞു നിൽക്കുന്നവനല്ലയോ? എവിടെയെങ്കിലും ഈ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ ഒതുക്കാൻ കഴിയുമോ? ഇതെല്ലാം സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ദൈവം എന്ന് പറഞ്ഞാൽ അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിവുള്ള ആളാണ് ദൈവം. സ്നേഹിത, എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആരാധിക്കുന്ന ദൈവം എല്ലാം ചെയ്യാൻ കഴിയുമോ? രാത്രി ഞാൻ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് എല്ലാം ചെയ്യാൻ കഴിയും. ഇവിടെ ഇരിക്കുമ്പോൾ മുഴു ലോകത്തിൽ ഒരുമിച്ച് ഇറങ്ങാൻ കഴിയും. സൗദിയിലും ദുബായിലും മസ്കറ്റിലും ലണ്ടനിലും തിരുവനന്തപുരത്തും ഇതാ ഈ കൊടങ്ങാവിളയും പറമ്പുളയും ഈ തോപ്പൻവിളയിലും ഇറങ്ങി നിന്ന് ഒരുപോലെ സംസാരിക്കാൻ, ഒരുപോലെ ഇറങ്ങാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. തീർന്നില്ല, സകല ഭാഷക്കാരെയും ഒരുമിച്ച് സ്തോത്രം അവരുടെ ഭാഷ മുഴുവൻ കൈകാര്യം ചെയ്യാൻ അറിയാന്നുള്ളതാണ് ദൈവം. എല്ലാ ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയാന്നുള്ള ആളിനെ ദൈവമേ. എല്ലാം ഒരു ഗുണം മാത്രം പോരാ, ഇതെല്ലാ ഗുണവും ഉള്ള ആളിനെയാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല, ദൈവത്തിന് മഹത്വം. ഈ മുഴു ലോകത്തെയും കരങ്ങളിൽ പൊക്കാൻ കഴിയുന്നവനാണ് സർവശക്തനാകുന്ന ദൈവം. തീർന്നില്ല, ഭൂമിയുടെ 5 വൻകരകളിൽ പാർക്കുന്ന സകല ജനത്തെയും ഒരുമിച്ച്, എനിക്ക് പോലും ഒരാളിനെ മുഴുവനും കാണാൻ പറ്റത്തില്ല. ഞാൻ ഒരാളിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവരെ മുഖം എനിക്ക് കാണാം. പിന്നെ അങ്ങോട്ട് കാലറ്റം വരെ നോക്കുമ്പോൾ മുഴുവനും ഇങ്ങനെ പോകുന്നിടം മാത്രമേ, എൻ്റെ കണ്ണ് ഓടുന്നിടം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലം ഭാഗികമായി കാണാൻ പറ്റൂ. എന്നാൽ ഞാൻ പറയാം, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനുണ്ടല്ലോ, ഒരാളിനെ നോക്കുന്ന സ്ഥലം മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഭൂലോകത്തിൻ്റെ 5 വൻകരകളിലും പാർക്കുന്ന സകല ജനത്തെയും ഒരുമിച്ച് തൻ്റെ കണ്ണിൽ ഒരുപോലെ മുഴുവനും പുറവും അകവും, എങ്ങനെ പുറവും അകവും ഒരുപോലെ കാണാൻ കഴിയുന്നവനാണ് ദൈവം. ആ ദൈവത്തെയാണ് ഈ രാത്രി ഇവിടെ ഉയർത്തുന്നത്. ആ ദൈവ സർവശക്തനത്രേ, സർവജ്ഞാനിയത്രേ. തീർന്നില്ല സഹോദരങ്ങളെ, ഹല്ലേലൂയ. എൻ്റെ ദൈവം ഏത് റൂം അടച്ചിരുന്നാലും ആ ഇറങ്ങി വരാൻ കഴിവുള്ളവനാണ് ദൈവം. എൻ്റെ ദൈവത്തിന് യാത്ര ചെയ്യാൻ ഫ്ലൈറ്റ് വേണ്ട, എൻ്റെ ദൈവത്തിന് യാത്ര ചെയ്യാൻ ബസ് വേണ്ട. എവിടെ പോകണമോ അപ്പോൾ ഇറങ്ങി നിൽക്കാൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം അതാണോ? സഹോദരൻ, നമ്മൾ കുമ്പിടുന്ന ദൈവം അതാണോ? അല്ല എങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നവരാണ്. സ്തോത്രം. മനുഷ്യൻ ജഡം തന്നെ അല്ലയോ, തെറ്റുപറ്റി പോകും. തെറ്റുപറ്റല്ലേ. നമ്മുടെ മുമ്പിൽ നമ്മൾ കുമ്പിടുന്നതും നമ്മൾ വണങ്ങുന്നതും നമ്മൾ സ്തുതിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും ഈ ദൈവത്തെയാണോ? അതോ അല്ലയോ സകലത്തെയും ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവത്തെയാണോ ആരാധിക്കുന്നത്? അതോ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണോ? ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയാണോ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്? അതോ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ജീവശ്വാസം ഊതിയ ദൈവത്തെയാണോ ദൈവമേ എന്ന് വിളിക്കുന്നത്? എന്തിനെയാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്? സ്തോത്രം. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യെശയ്യാവിന്റെ പുസ്തകം 39-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 39-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും, നോക്കിക്കേ, വെള്ളം, കടലിലെ വെള്ളം ഉള്ളം കയ്യിൽ പൊക്കിയെടുക്കാൻ കഴിവുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. വെള്ളത്തിന്റെ അളവറിയാം, ആകാശത്തിന്റെ വിരിപ്പിന്റെ അളവ് എത്രയെന്നറിയാം. ഈ ആകാശത്തെ ഒരു കുട പോലെ വിരിച്ചിട്ടിരിക്കുക. എത്ര വർഷം കൊണ്ട് ഈ കുടം അടങ്ങാതെ എന്റെ ദൈവത്തിന്റെ വാക്കിൽ നിൽക്കുന്നറിയാമോ?
അതിനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്നതിന്റെ ദൈവം. ഇന്ന് രാത്രി തെറ്റിപ്പോകരുതേ. സ്വത്രം തെറ്റിപ്പോകരുതേ. ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം അടുത്ത വാക്യം. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും, ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്ന ഒരു ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? അടുത്ത വരി. ഭൂമിയുടെ പൊടി, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും, നാഴിയിൽ കൊള്ളിക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അടുത്ത. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും, കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? തുലാത്തിൽ തൂക്കുകയും ചെയ്യുന്നവൻ ആർ? അടുത്ത. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ, യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ, അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ? അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തത് ആർ? അവനെ ഉപദേശിച്ച്, അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും, ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും, അവനെ പരിജ്ഞാനം പഠിപ്പിച്ച്, അവനെ പരിജ്ഞാനം പഠിപ്പിച്ച്, വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? അടുത്ത്. ജാതികൾ തുലാക്കോട്ടയിലെ ഒരു തുള്ളി പോലെ, ജാതികളെല്ലാം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ തുലാക്കോട്ടയിൽ ഒരു തുള്ളി പോലെ. ആ കണ്ണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ. അടുത്ത വരി. തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഒരു പൊടി പോലെയാണ് ജാതികൾ ഇരിക്കുന്നത്. അടുത്ത്. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. ഇത് ആർക്ക് മാത്രമേ പറ്റൂ? ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന് മാത്രമേ പറ്റൂ. എന്തിനെ ഒന്നുകൂടെ വായിച്ച് ഇപ്പൊ വായിച്ച വരി. ഇതാ ജാതികൾ തുലാക്കോട്ടയിലെ ഒരു തുള്ളി പോലെയും, അടുത്ത്. തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. അടുത്ത്. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. എങ്ങനെ പൊക്കുന്നു? ഒരു മണൽത്തരിയെ പോലെ എടുത്തു. ഒരു ചാക്ക് അരി എടുക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ബുദ്ധിമുട്ടിയ. ഒരു ചാക്ക് 50 കിലോ അരി എടുക്കാൻ പറ്റുമോ? പലർക്കും ഇതിനകത്തിരിക്കുന്ന പലർക്കും പറ്റത്തില്ല, എന്നെ ഉൾപ്പെടെ. എങ്കിലും അങ്ങ് അറ്റം എടുത്താൽ ചിലപ്പോൾ 100 കിലോ ഒരാൾ എടുക്കുമായിരിക്കും. എൻ്റെ അപ്പൻ്റെ കൈ കൊണ്ട് എന്തിനെടുത്തു? ദ്വീപുകളെ പൊക്കി അങ്ങെടുക്കാൻ കഴിവുള്ളവനാണ് ആര്? ദ്വീപുകളെ മാത്രമല്ല, മുഴു ലോകത്തെ ഒരുമിച്ച് കയ്യിൽ തൂക്കിയെടുക്കാൻ കഴിവുള്ള യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. മാന്യ ശ്രോതാവേ, മറ്റൊരുവനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട ഏക സത്യ ദൈവം യേശു. ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ, 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 യേശുനാമമല്ലാതെ. അടുത്ത വരി വായിച്ചേ. ലെബാനോൻ വിറകിന് പോരാ. ലെബാനോൻ എന്തിനു പോരാ? വിറകിന് പോരാ. അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകയില്ല. അടുത്ത്. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ, സകല ജാതികളും അവന്റെ മുൻപിൽ ഏതുമില്ലാത്തവരിയ്ക്കുന്നു. അടുത്ത വരി. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. അടുത്ത്. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? എന്റെ ദൈവത്തെ നിങ്ങൾ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? ഏത് പ്രതിമയെ നിങ്ങൾ സർവശക്തനാകുന്ന ദൈവത്തോട് സദൃശനാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു. തട്ടാൻ പൊന്നുകൊണ്ട് പൊതികയും, അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ലഭിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുകയും, കണ്ടോ? മരക്കണ്ടം തിരഞ്ഞെടുക്കുന്നു. അടുത്ത്. ഇളകാത്ത വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ, ഇളകാത്ത ഒരു വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. ഒരു ശില്പിയെ അന്വേഷിക്കുന്നു. അടുത്ത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിന്റെ മീതെ അധിവസിക്കുന്ന ദൈവം. അതിലെ നിവാസികൾ വെട്ടുകിളികളെ പോലെ, എങ്ങനെ നിവാസികൾ വെട്ടുകിളികളെ പോലെ ഇരിക്കുന്നു. അടുത്ത വരി. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് ഈ കാണുന്നില്ലേ ആകാശം? എങ്ങനെ നിവർത്തി? ഒരു തിരശീല പോലെ. എന്നാൽ യേശു കർത്താവ് അതിനെ പേപ്പർ പോലെ ചുരുട്ടുമെന്ന് വേദപുസ്തകം വെളിപ്പാട് പറയുന്നത്. ഇത് ചുരുണ്ടു മാറും. ആകാശം മാറിപ്പോകും. ഹല്ലേലൂയ. ആകാശം മാറിപ്പോകുമെന്ന് വേദപുസ്തകം
പറയുന്നു. വായിച്ചേ. അവൻ ഭൂമണ്ഡലത്തിന്മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുകിളികളെ പോലെ ഇരിക്കുന്നു. വെട്ടുകിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അടുത്ത് അവരെ നട്ട ഉടനെ അവരെ വിതച്ച ഉടനെ മുട്ടുമടക്കാനോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ ഞാനിത് എന്നെ സംഭവിക്കുന്നു എന്ന് പറയാൻ ആർക്കും മനസ്സില്ല. എന്നാൽ 12 മണിയാകുമ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു മെഴുകുതിരി വെച്ചൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 12 അല്ല, അന്ന് ഉറങ്ങാതെ പോകും. നോക്കിയേ, വിലയുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കൂല? വില കൊടുക്കൂല. വില ഇല്ലാത്തത് എന്തുണ്ടോ അത് വില കൊടുക്കും. വിലയുള്ളതിനെ വില കൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. വേദപുസ്തകത്തിൽ ഇല്ലാത്തതിനെ നമ്മൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിലുള്ളത് ഒന്നുപോലും ചെയ്യാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ് സഹോദരങ്ങളെ? ദൈവനാമത്തിന് കൊടുത്തതെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഇത്ര വർഷം പ്രസംഗിച്ചല്ലോ, ഞാൻ ഇത്ര വർഷം പാടിയല്ലോ, ഞാൻ ഇത്ര വർഷം ദൈവവേല ചെയ്തല്ലോ. കർത്താവ്, ഞാൻ പള്ളിയിൽ 5 ഫാൻ വാങ്ങി കൊടുത്തില്ലേ? കർത്താവ്, ഞാൻ തന്നതിനെല്ലാം ദശാംശം കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ അതാണോ പ്രാർത്ഥന? അത് ആരുടെ പ്രാർത്ഥന? പരീശന്റെ പ്രാർത്ഥന. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥന അതല്ല. ചങ്കത്ത് കൈവച്ച് പറയും, സ്വർഗമേ, അങ്ങയെ നോക്കാൻ പോലും യോഗ്യതയില്ലാത്ത മനുഷ്യനാണപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തെ നോക്കി ചുങ്കക്കാരൻ വിളിച്ച് പ്രാർത്ഥിച്ച് എന്താണ്? ഹല്ലേലൂയ. പരീശൻ വചന ഉൽപ്പത്തി മുതൽ വെളിപ്പാടിനെ അരച്ചു കലക്ക് കുടിച്ചവരുടെ പ്രാർത്ഥന. അവർ ചെയ്തത് ആൾക്കാരെ വെളിപ്പെടുത്താൻ ഒരുപാട് ആഗ്രഹിക്കും. ചെയ്തതിന് വേണമെങ്കിൽ പേരെഴുതി നമ്മൾ വയ്ക്കും. ഇന്നത് ഈ ഫാനിൻ്റെ അടിയിൽ നമ്മളെ പേരെഴുതി ഒരു സ്റ്റിക്കർ അങ്ങോട്ടേക്കും. കൊടുത്തത് ഞാനാണെന്ന് അറിയാൻ. ഈ ദൈവം ആരെന്നൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, കർത്താവ് ആരെന്നൊന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, സത്യം ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, രഹസ്യത്തിൽ ചെയ്യാൻ ദൈവം പറയുമ്പോൾ പരസ്യത്തിൽ ചെയ്തിട്ട് അതിൻ്റെ മഹത്വം എടുക്കരുതെന്ന് മത്തായിയുടെ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ ദൈവം പറഞ്ഞത്. നമുക്കൊക്കെ ഒന്ന് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ, സത്യം ഒന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, ഒന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ, എന്താണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ, വചനത്തിൽ ഇല്ലാത്തത് പറയാനും പ്രാർത്ഥിക്കാനും പ്രാപിക്കാനും നമ്മൾ വില കൊടുക്കും. അതിന് ഉപവസിക്കാൻ വില കൊടുക്കും. വചനത്തിൽ യേശു പറഞ്ഞു, മക്കളെ, സ്തോത്രം, ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, എന്നോട് സദൃശനാകണമെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചതുപോലെ നീ ജീവിക്കണം. അതിനുവേണ്ടി വില കൊടുക്കാൻ എത്ര പേർ ഇരിക്കാറുണ്ട്? വിലയുള്ളതിന് വില കൊടുക്കാതെ വിലയില്ലാത്തതിന് വില കൊടുക്കുമ്പോൾ ഇന്ന് രാത്രി മാന്യ ശ്രോതാവെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിചാരിക്കും, സ്തോത്രം, നേരത്തെ നമ്മൾ പ്രസംഗം കേട്ടു, മൂടാ, നിന്റെ പ്രാണനെ ഇന്ന് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഈ ഭൂമിയിൽ ഈ സമ്പത്ത് കണ്ടെന്ന് കരുതി എൻ്റെ ദൈവം എഴുന്നേറ്റ് നിന്ന് വാ മക്കളെ മിടുക്കൻ എന്ന് പറയത്തില്ല. പക്ഷെ ഈ ലോകത്തിലുള്ള മനുഷ്യൻ പറയും, ഇന്നാളോ അവനൊന്നുമില്ലായിരുന്നു, ചെറ്റക്കുടില്ല കിടന്ന്, വേണ്ടേ വീട് വേണ്ടേ, നല്ല വീട് വേണം, എല്ലാവർക്കും വീട് കിട്ടട്ടെ, എല്ലാവർക്കും വസ്തുക്കൾ കിട്ടട്ടെ, എല്ലാവർക്കും നന്മ കിട്ടട്ടെ, ലഭിക്കേണ്ട എല്ലാ നന്മകളും അതത് സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് യേശുവിൻ്റെ വരവ് വരെ ആ നന്മകൾ വരട്ടെ, അടഞ്ഞ വഴികൾ തുറക്കട്ടെ, നന്മകളുടെ വഴികൾ തുറക്കട്ടെ, സാമ്പത്തികമായ വഴികൾ തുറക്കട്ടെ, ആയുസ് ആരോഗ്യം ഉണ്ടാകട്ടെ, ബഹു അനുഗ്രഹമുള്ളവരായി മാറട്ടെ. പക്ഷേ ഈ അനുഗ്രഹമെല്ലാം ഇവിടെ തീരും. ജീസസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഇതൊന്നും കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഇതൊക്കെ ഉണ്ടെന്ന് കരുതി സല്യൂട്ട് അടിക്കുന്ന ദൈവമല്ല. ഇതെല്ലാം ഉള്ളപ്പോഴും എൻ്റെ അകത്ത് യേശുവില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് മൂടാ. എന്തോന്നില്ലെങ്കിൽ, യേശു ഇല്ലെങ്കിൽ ആര് വിളിക്കുന്ന പേര്? എനിക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, മുഴുവൻ സ്വത്തുണ്ട്, എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മൊത്തം എൻ്റെ പേരിൽ ഇരിക്കുകയാണ്. ഏക്കർ കണക്കിന് കോടികളുടെ ആസ്തിയുണ്ട്. പക്ഷെ ആര് മാത്രമില്ല? സമ്പത്തിൽ സമ്പത്താകുന്ന സർവശക്തനാകുന്ന കർത്താവിനെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടും അതിന് താല്പര്യം കൊടുക്കാതെ, അതെൻ്റെ അകത്ത് പ്രാപിക്കാൻ കഴിയാതെ, ആ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തിനായി വീണ് കിടക്കാൻ കഴിയാതെ, ആ പാപത്തെ വിട്ടുതിരിയാൻ കഴിയാതെ, ഓരോ ദിവസം പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് പള്ളിയിൽ പോകും പാപവും ചെയ്ത് ജീവിക്കുന്നെങ്കിൽ എന്നെ വിളിക്കുന്ന പേരുണ്ട്. എന്തോന്നാ പേര്? മൂഢാ. നീ ലോകത്തിൽ നിനക്ക് പ്രശസ്തി ഉണ്ട്, നിനക്ക് വിലയുണ്ട്, നിനക്ക് നിലയുണ്ട്. നിന്നെ കാണുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. എന്നാൽ എൻ്റെ യേശു നിന്നെ കാണുമ്പോൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ യേശു ഉണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ട്. എൻ്റെ കർത്താവ് സ്വർഗത്തിൽ എഴുന്നേൽക്കുന്ന ഇന്നലെ പറഞ്ഞു, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കുന്ന ലോകത്തിൽ വലിയൊരു പ്രൗഢ
കോടി കിട്ടുമ്പോഴല്ല, അത് നമുക്ക് വേണ്ടതല്ല. ദൈവം അതത് സമയത്ത് തരേണ്ടതല്ല എല്ലാവർക്കും തരട്ടെ. അത് നടത്താൻ ദൈവം മതിയായവനാണ്, ദൈവം വിശ്വസ്തനാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും അവയെ ദൈവം പുലർത്തുന്നു. എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങൾ വിചാരപ്പെടുന്നില്ല എന്ത്? നിങ്ങളുടെ നീളത്തോടു കൂടെ ഒരു മുഴം കൂട്ടുവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? വയലിലെ താമരയെ നോക്കുവിൻ, ആ സ്വത്രം അതിന്റെ ഭംഗി ഒന്ന് നോക്ക്. ഒരു താമര അടർത്തു കൊണ്ടുവച്ചാൽ അതിന്റെ കൂട്ടത്ത് താമര ഒരു സ്ഥലത്തിരിക്കുന്നു, തൊട്ടിപ്പുറത്ത് ഇതാ ശലോമോന്റെ ബഹു സമ്പത്തും കൊണ്ടുവച്ചാൽ, ശ്രദ്ധിച്ചേ, ഒരു താമര ഇതാ ഇവിടെ ഇരിക്കുന്നു, തൊട്ടിപ്പുറത്ത് ശലോമോന്റെ സമ്പത്ത് ഇരിക്കുന്നു. സമ്പത്ത് കുവിഞ്ഞു, സ്വർണവും പണവും കോടികൾ ഇരിക്കുകയാണ്, ഇവിടെ ഒരു താമര ഇരിക്കുകയാണ്. ഏതാ വില കൂടിയത്? ഇതല്ലേ വില കൂടിയേ? ശലോമോന്റെ സമ്പത്തല്ലേ വില കൂടിയേ? സ്വത്രം ഏതാ വില കൂടിയേ? യേശു പറഞ്ഞു ശലോമോന്റെ സമ്പത്ത് അതിനോട് എത്തത്തില്ല. എന്താ അതിൻ്റെ അർത്ഥം? താമര ഉണ്ടാക്കിയത് ശലോമോനല്ല, എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ഉണ്ടാക്കുന്ന ഏത് ചെറുതും വലുതിൻ്റെ അടുത്ത് ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യൻ എത്ര കോടി കൊണ്ടുവച്ചാലും അത് വിലയാകത്തില്ല. അതാണ് ദൈവത്തിൻ്റെ കരത്തിൻ്റെ വ്യത്യാസവും മനുഷ്യൻ്റെ കരത്തിൻ്റെ വ്യത്യാസവും. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. ശലോമോന്റെ സമ്പത്ത് പോലും കൊണ്ടുവച്ചാൽ അതിൻ്റെ അടുത്ത് എട്ടാവെട്ടത്ത് താമരയുടെ അടുത്ത്, ഏത് ഒരു താമര പൂ കൊണ്ടുവച്ചാൽ, അപ്പച്ചൻ പറയുകയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു താമര കൊണ്ടുവച്ച് ശലോമോന്റെ എല്ലാ സമ്പത്തും കൊണ്ടുവയ്ക്ക്. എന്നാൽ ഇതിൽ രണ്ടിനും വില ദൈവം ഉണ്ടാക്കിയതിന് മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് പ്രസംഗം പ്രസംഗിച്ചാലും സ്വന്തം ആത്മാവിലുള്ള പ്രസംഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ. ദൈവ ആലോചന പ്രകാരമുള്ള പ്രസംഗം മാത്രമേ അവിടെ സ്വർഗത്തിലുള്ളൂ. കർത്താവ് പറഞ്ഞതിന് മാത്രമേ വിലയുള്ളൂ. ബാക്കി ഒന്നിന് എൻ്റെ ദൈവം വിലയിടില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ദൈവത്തെ ആരോട് തുല്യമാക്കും? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ അത് പറയുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നോക്കിയേ, ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് വെച്ചോ. ഞാൻ ഒരാളെൻ്റെ അടുത്ത് വന്നു, എൻ്റെ അടുത്ത് ഒരാൾ വന്നു, കാര്യം പറഞ്ഞുകൊണ്ട് നിന്നു, മോശം വാക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ സ്വത്രം ഒരുപാട് മോശം വാക്ക് എന്നെ പറഞ്ഞു. ആ വ്യക്തി തിരിച്ചു പോവുകയാണ്, തിരിഞ്ഞങ്ങോട്ട് പോവുകയാണ്, എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ആ ഡോറിൻ്റെ അല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ കാല് തട്ടി ആളെ വീണു. ഞാൻ എന്തോന്ന് പറയും? എന്നെ നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിനക്ക് ദൈവം പറയൂലേ? അപ്പം എത്ര ദൈവമായി ഈ ദൈവം? യഥാർത്ഥ ദൈവമാണോ? തള്ളിയിടുന്ന ദൈവമാണോ നമ്മുടെ ദൈവം? എന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഒരാളും തള്ളിയിടുന്ന ദൈവമാണോ ദൈവം? അപ്പം എത്ര ദൈവമായി? ഇനി കേട്ടോ, രാവിലെ ആകുമ്പോൾ ഒരു 5 മണിയാകുമ്പോൾ ഒരു കള്ളൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരു 5 പാക്കറ്റ് 1000 രൂപയുടെ ഇന്ന് തന്നാൽ ഞാൻ വരുന്ന വഴിക്ക് ഇന്ന കാണിക്കപ്പെട്ടില്ല കാണിക്കിട്ടേക്കാം, അല്ലെങ്കിൽ ഇന്ന പള്ളി ഞാൻ കാണിക്കൊണ്ട് വെച്ചേക്കാം ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. രാവിലെ മുതൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 5 പാക്കറ്റ് കിട്ടി. 5000 എന്നുള്ള 10000 കിട്ടി. ഒരു മനുഷ്യനും പിടിച്ചില്ല, പോലീസ് പിടിച്ചില്ല. അവിടെ സൂക്ഷിച്ചതാര്? അതേ ദൈവം, കള്ളൻ്റെ കൂട്ടുന്ന ദൈവം. ഇത് ദൈവം, അതാ ദൈവം. നമ്മൾ ദൈവം ആരെന്ന് അറിയണം. ദൈവം ഒറ്റ ദൈവമുള്ളത് ആരെന്നറിയണം. അതിന് വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള ആഴം എൻ്റെ നിങ്ങളുടെ അകത്ത് വെളിപ്പെടണം. അല്ലെങ്കിൽ ഞാൻ പറയും എന്നെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അവർക്ക് അങ്ങനെ കിട്ടി, അപ്പം 2 ദൈവം. ഇതൊന്നുമല്ല ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ ഇങ്ങനെ പറഞ്ഞു അവൻ അനുഭവിക്കുന്നു, അല്ല, എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും അല്ല അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ അനുഭവം കൊടുക്കുന്ന ദൈവമാണോ? അങ്ങനെയെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഒരാളെങ്കിലും ഇരിക്കുമോ? എന്നെ നിങ്ങളെ ദൈവം അങ്ങനെ നോക്കിയെങ്കിൽ, ഞാനും നിങ്ങളും ചെയ്ത പാപത്തിന് തക്കതായ ശിക്ഷ ദൈവം തന്നെങ്കിൽ ഒറ്റ എണ്ണം ഈ ഗ്രൗണ്ടിൽ കാണുമോ? ഇല്ല. പിന്നെ ദൈവം ദീർഘമായി ക്ഷമിച്ചതിന്റെ തരികളാണ് ഞാനും നിങ്ങളും. ക്ഷമയുടെ തരികൾ, കരുണയുടെ തരികൾ, ദീർഘക്ഷമയുടെ തരികൾ, സ്നേഹത്തിന്റെ തരികൾ. യേശു ക്ഷമിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ഭൂമിയിലായിരിക്കുന്ന യേശുവിനെ ക്ഷമിച്ചത് കൊണ്ടാണ്. അല്ല നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ വൈഭവം കൊണ്ടല്ല, പഠിത്തം കൊണ്ടോ പ്രാർത്ഥനയുടെ ശക്തി നമ്മളെന്തോ പ്രാർത്ഥിച്ച് നേടിയതുകൊണ്ടല്ല. അപ്പന്റെ കരുണയാണ് നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് നമ്മൾ ആക്കിയിരിക്കുന്നത്. ആ രക്തത്താൽ കഴുകിയത് അപ്പന്റെ കരുണയാണ്. പരീക്ഷ എഴുതാൻ പോകുന്നു, പെട്ടെന്ന് ഞാൻ മടങ്ങി വരാം. പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞ് പറഞ്ഞു, ഒന്നും പഠിച്ചില്ല, പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ദൈവമേ ഉപവസിച്ച് ഒറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല. കുഞ്ഞ് അന്ന് വരെ നോട്ട് ബുക്ക് മടക്കി വെച്ച് വരും, കൊണ്ടിടും, പോവും, ചോറ് കൊടുക്കും, കാപ്പി പിടിക്കും, രാവിലെ ആകുമ്പോൾ പോവും, വീണ്ടും കൊണ്ടിടും. ഒറ്റ ബുക്കേ ഉള്ളൂ, എല്ലാ വിഷയം എഴുതാം. 10 വിഷയം എഴുതാം, ഒറ്റ ബുക്കിൽ കൊണ്ടിടും. ആ ബുക്ക് തീരും, അടുത്ത് വരും, വീണ്ടും പിറ്റേ ദിവസം പോവും. പരീക്ഷയായി. കുഞ്ഞു വന്ന് ഉപവാസത്തോടെ പോയി. ദൈവമേ പരീക്ഷാ കാളിൽ എനിക്ക് എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് തന്നെ വിജയിപ്പിക്കുന്നത് പ്രാർത്ഥിച്ച് ഉപവസിച്ചു അവിടെ പോയി. കുട്ടി പാസ്സായെന്ന് വെച്ചോ.
അപ്പോൾ കള്ളം കാണിച്ചത് ദൈവമാണോ? അവിടെ വേറൊരു ദൈവം ഇറങ്ങിയോ? ഇതെല്ലാം ശ്രദ്ധിച്ചാണ് നമ്മൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ബൈബിളിലെ സത്യം തിരിച്ചറിയണം. ഇതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം ആരെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. നമ്മളൊപ്പം നിൽക്കുന്ന ആളല്ല ദൈവം. ദൈവത്തിൻ്റെ ഒപ്പം ഞാൻ നിൽക്കണം. എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്ന അല്ല ദൈവം. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകുമ്പോഴാണ് ദൈവം ആരെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറഞ്ഞ് ഞാനൊരു രാജ്യം ഈ ലോകത്ത് പണിതിട്ട് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ എൻ്റെ രാജ്യത്തിനകത്ത് വിളിച്ചു വരുത്താനല്ല സ്വർഗസ്ഥന പ്രാർത്ഥന പറയുന്നത്. അപ്പാ, അങ്ങയുടെ രാജ്യം എൻ്റെ മേൽ വരണമേ. യേശുവിൻ്റെ രാജ്യം എൻ്റെ അകത്ത് വരണമെങ്കിൽ എൻ്റെ രാജ്യം ഇടിയണം. ദൈവരാജ്യം എൻ്റെ അകത്ത് വരണമെങ്കിൽ എൻ്റെ രാജ്യം എന്ത് ചെയ്യണം? ഇടിയണം. ഇന്ന് അനേകർക്ക് ദൈവം ആരെന്നറിയത്തില്ല. അനേകരുടെ ചുവരിലിരിക്കുന്ന ദൈവമാണെന്ന് കരുതും. അനേകർ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന ദൈവമാണെന്ന് കരുതും. ദൈവം ആരെന്ന് നമ്മൾ ഏക സത്യ ദൈവത്തെ തിരിച്ചറിയണം. സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചേ. നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ. ഇവയെ സൃഷ്ടിച്ചതാർ? അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. പേർ ചൊല്ലി, കണ്ടോ, ഓരോന്നിനെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് അറിയാമോ? അടുത്ത വരി. അവന്റെ വീര്യം മാഹാത്മ്യം നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല. അടുത്ത്. എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു. എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലേ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? അടുത്ത വരി. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവയായ ദൈവം, നിത്യദൈവം. നമ്മൾ ആരാധിക്കുന്ന കർത്താവാര്? നിത്യദൈവം, നിത്യമായുള്ള ദൈവം, ഏകദൈവം യേശു. അടുത്ത വരി. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അടുത്ത വരി. അവൻ ക്ഷീണിക്കുന്നില്ല. നോക്കിയേ, ദൈവത്തിന് ക്ഷീണം വരുമോ? ദൈവത്തിന് ക്ഷീണം വരത്തില്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് ക്ഷീണം വരുമോ? ക്ഷീണിക്കാത്ത ഒരുവനേ ഉള്ളൂ ദൈവം. അടുത്ത വരി. തളർന്നു പോകുന്നില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. നിങ്ങൾ എത്ര പേര് പറയും, കർത്താവേ, ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എനിക്ക് തിരിച്ചറിഞ്ഞ അപ്പന്റെ അടുക്കൽ വീഴണം. അപ്പ, എൻ്റെ രാജ്യം ഇടിയട്ടെ, യേശുവിൻ്റെ രാജ്യം വരട്ടെ, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം തകരട്ടെ, ഞാൻ എന്ന വ്യക്തിത്വം തകരട്ടെ, എൻ്റെ സ്വയങ്ങൾ തകരട്ടെ. യേശുവെ, ഞാൻ മരിക്കാൻ ഒരുക്കമാണ്. ഗോതമ്പ് പണി അങ്ങനെ തന്നെ ഇരുന്നാൽ അത് ഒരു ഫലവും കൊടുക്കത്തില്ല. അത് ചാകാൻ ഏൽപ്പിച്ചാൽ അത് നന്മയുണ്ടാകും. അതേ അപ്പ, എന്നെ തന്നെ ത്യജിക്കാൻ, ഞാൻ എന്നെ തന്നെ ക്രൂശോട് ചേർത്ത് അടിയടിക്കാൻ ഒരുക്കമാണപ്പാ. തന്നെ ത്യജിക്കാൻ, നാൾ തോറും ക്രൂശ് എടുക്കാൻ, യേശുവിന്റെ ഹിതം ചെയ്യാൻ എനിക്കിഷ്ടമാണപ്പാ. എൻ്റെ ഉള്ളത്തിനകത്ത് അങ്ങ് വരണമേ. എനിക്ക് അങ്ങേ തിരിച്ചറിയണം. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഞാൻ പറയുന്നതെല്ലാം ചെയ്യുന്നതല്ല ദൈവം. പിന്നെയോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കണമെന്നാണ്. ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുന്നതല്ല ദൈവം. ഓ സ്തോത്രം. ചോദിക്കുന്നതെല്ലാം തരുന്നതല്ല ദൈവം. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം തരുന്നതാണ് ദൈവം. ചോദിക്കുന്ന എല്ലാം തരുന്ന ദൈവം ഏതാ? ലൂക്കോസ് 4 ചോദിക്കുന്ന എല്ലാം തരുന്ന ദൈവം ആര്? ലൂക്കോസ് 4 ചോദിക്കുന്നതെല്ലാം തരുന്ന ദൈവം ആര്? പെട്ടെന്ന് എടുത്തേ. ലൂക്കോസ് 4:1 മുതൽ ചോദിക്കുന്നതെല്ലാം തരുന്നത് ഏത് ദൈവം? വായിച്ചേ. ലൂക്കോസ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, അടുത്ത ആര് വന്നു? പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അടുത്ത വരി. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത വരി. പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കിയേ, ആരാ കയ്യിലിരിക്കുകയാണല്ല? ഒന്നൂടെ. ഈ സകല രാജ്യങ്ങളെയും, എല്ലാ രാജ്യങ്ങളും ആർക്ക് കാണിച്ചു കൊടുത്തു?
എല്ലാ രാജാവാക്ക് കാണിച്ചു കൊടുത്തു. പറ, നിങ്ങളും കൂടെ ചേർന്ന് പറഞ്ഞേ. എല്ലാ രാജാവാക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ യേശുപ്പനെ കൊണ്ട് നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആര്? പിശാച് യേശുവിനോട് പറഞ്ഞു, അധികാരമൊക്കെയും, ഈ മുഴുക്ക അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. ആർക്ക് തരാം? ആർക്ക് തരാം? യേശുവിന് തരാം. നിനക്ക് തരാം. അടുത്ത്, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എല്ലാം കൊടുക്കുന്ന ആരാണ്? പറ. എല്ലാം കിട്ടുന്ന ആരുടെ അടുത്ത് പോയാലാ? പള്ളി പോകണോ എല്ലാം കിട്ടാൻ? യേശുവിനെ കിട്ടണമെങ്കിൽ, നിത്യത കിട്ടണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്വഭാവം കിട്ടണമെങ്കിൽ, ഈ ഭൂമി കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണമെങ്കിൽ അപ്പനില്ലാതെ പറ്റത്തില്ല. ഇവിടെ ചിലപ്പോൾ എല്ലാം കിട്ടുമെന്ന് പറയും. ചിലടത്തൊക്കെ പോയാൽ പറയുന്നല്ല, 3 ആഴ്ച പോയാൽ ചിലപ്പോൾ കിട്ടും, 8 ആഴ്ച പോയാൽ കിട്ടും. അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്, ഈ വായിച്ച സാധനം നമുക്ക് കിട്ടും. ചിലപ്പോൾ പോയാൽ കിട്ടുമായിരിക്കും. പക്ഷെ യേശുവിനെ കിട്ടണമെങ്കിൽ, യേശു അകത്ത് വരണമെങ്കിൽ, ജീവിതത്തിന്റെ സ്വഭാവത്തിനകത്ത് മാറ്റം വരണമെങ്കിൽ, ജഡത്തെ, കൊലോസ്യർക്ക് ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, ദൈവത്തിന് സ്തോത്രം, ജഡത്തെ കീഴടക്കാൻ ഇതിനൊന്നിനും പറ്റത്തില്ല. ആമേൻ. പാവപ്രവർത്തികളെ കീഴടക്കാൻ ഇതിനൊന്നിനും പറ്റത്തില്ല. ആൾക്കാരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിച്ച് നടക്കാം, അത്രേ ഉള്ളൂ. എന്നാൽ യേശു എൻ്റെ അകത്ത് വന്നാൽ, പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ കീഴ്മേൽ മറിയും, അത് മരിക്കും. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാം. അതിലപ്പുറം ഒന്നുമില്ല സ്നേഹിതരെ. അടുത്ത അതിൽ കിടക്കുന്നു, യേശുവിനെ കൊണ്ടുപോയി സാത്താൻ പറഞ്ഞു, നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, നിനക്ക് ഇതെല്ലാം തരാം. എല്ലാം തരുന്ന ദൈവം ആര്? വായിച്ചു, ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ, വായിച്ചിട്ട് പോകും. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ, നീ എന്നെ, ആരെ? സാത്താനെ ആരോട് നമസ്കരിക്കാൻ? യേശുവിനോട് നമസ്കരിക്കാൻ. അടുത്ത വരി, അതെല്ലാം നിന്റേതാകുമെന്ന് നമസ്കരിച്ച. വേറെ ഒരു ചെലവുമില്ല. ഒന്ന് വീണ്, അയ്യോ നീ ദൈവം തന്നെ, ഒന്ന് കണ്ടോ. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമസ്കരിക്കുമ്പോഴും തൊഴുമ്പോഴും നോക്കിക്കൊള്ളണം ആരുടെ മുമ്പിലാണ്, നമ്മൾ ആരാണ് എന്നും തൊഴുതത് എന്തിനാണെന്നും ഓർത്തോട്ടം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇപ്പൊ വായിച്ചവരെ ഒന്നുകൂടെ വായിച്ച, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എല്ലാം കിട്ടത്തില്ല. ഞാൻ പറയാം, ഞാൻ പ്രാർത്ഥിച്ച എല്ലാം എനിക്ക് കിട്ടില്ല. പക്ഷേ ദൈവത്തിനറിയാം എനിക്ക് എന്തൊക്കെ വേണമെന്ന്. അതെല്ലാം ദൈവം തരും. ജീവനും ഭക്തിക്കും വേണ്ടിയത്, എന്നെ നിത്യതയെ കൊണ്ടെത്തിക്കേണ്ടത്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം അതത് സമയത്ത് ആരടച്ചാലും അടയ്ക്കാൻ പറ്റാത്ത ഡോറുകൾ എനിക്ക് വേണ്ടി എൻ്റെ സർവശക്തൻ തുറന്നു വെച്ചിട്ടുണ്ട്. പിശാച് തരുന്നത്, അവനെ നമസ്കരിക്കുമ്പോൾ, അവനെ കുമ്പിടുമ്പോൾ ഉള്ളത് ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മാത്രം മതിയെന്ന് ആരൊക്കെ പറയും? ഇന്ന് രാത്രി ആരൊക്കെ ഉറപ്പിച്ച് പറയും, എനിക്ക് എന്ത് തന്നാലും, എനിക്ക് എന്ത് തന്നില്ലെങ്കിലും പരിഭവമില്ല, പരാതിയില്ല. നമ്മളെ മക്കൾക്ക് യേശുവിനെ കൊടുക്കണമെന്ന് എങ്ങനെ അറിയാമോ? കുഞ്ഞുങ്ങൾക്ക്, മക്കളെ യേശുപ്പനോട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ബാഗ് തരും. യേശുപ്പനോട് പ്രാർത്ഥിച്ചാൽ എന്ത് തരും? ബാഗ് തരും. കുഞ്ഞ് രാവിലെ നോക്കും, വൈകുന്നേരം നോക്കും, പപ്പ ബാഗ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷം. ഓ, എനിക്ക് ബാഗ് കിട്ടി, യേശുപ്പൻ തന്നതാ, സ്തോത്രം. മക്കൾ പ്രാർത്ഥിരി, സ്തോത്രം, യേശുപ്പൻ തന്ന ബാഗിനായി സ്തോത്രം പറ. അടുത്ത് കുഞ്ഞ് വളർന്നു, ഷർട്ട് പ്രാർത്ഥിരി മക്കളെ, ഷർട്ട് കിട്ടും. പാൻറ് പ്രാർത്ഥിരി, പാൻറ് കിട്ടും. ഓ, ഇന്ന സാധനം പ്രാർത്ഥിച്ചാൽ മതി, കിട്ടും. ഇതെല്ലാം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്തിട്ട് കുഞ്ഞിന് ഇത് വാങ്ങിക്കൊടുക്കും. കുഞ്ഞ് വിചാരിക്കും പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. 5 ദിവസം കഴിഞ്ഞ് 10ാം സ്റ്റാൻഡേർഡിലായി, പഠിക്കാൻ പോകുന്നിടത്ത് ഇവൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പരീക്ഷ എഴുതാൻ പോയി. എന്നാൽ പ്രാർത്ഥിക്കാത്ത ഒരുത്തൻ, ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരുത്തനും പരീക്ഷ എഴുതി. ദൈവം ഇല്ലെന്ന് പറയുന്ന പരീക്ഷ എഴുതിയവൻ 100 മാർക്ക്. പ്രാർത്ഥിച്ച് ഉപവസിച്ചിട്ട് അമ്മ പറഞ്ഞത് കേട്ട് 3 ദിവസം കൊണ്ട് പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കാതെ പോയവൻ തോറ്റു. ഈ കുഞ്ഞ് കർത്താവിനെ ആരാധിക്കോ ഇല്ലേ? അതോടെ അമ്മ പറഞ്ഞ ദൈവത്തെ അവർ കുഞ്ഞ് അംഗീകരിക്കോ ഇല്ലേ? കുഞ്ഞ് പറയും, അമ്മ പറഞ്ഞ ദൈവം സത്യദൈവമല്ല, ആ നിരീശ്വരവാദി പ്രാർത്ഥിക്കാതെ പോയി പരീക്ഷ എഴുതി 100 മാർക്ക്. അപ്പോൾ പിന്നെ ഏത് ദൈവം? ഞാൻ ഇതിനകത്തിരിക്കുന്നവർ ചോദിക്കട്ടെ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. പക്ഷെ നിങ്ങളെക്കാളും പഠിക്കാത്തവർ കിട്ടി. യേശുവിനെ രുചിച്ചറിഞ്ഞാലേ നിൽക്കാൻ പറ്റൂ. എന്തിനീ ഭൂമിയിൽ എന്നെ ദൈവം സൃഷ്ടിച്ചെന്നും നമ്മളെ മക്കൾക്ക് യേശുവിനെ എങ്ങനെ കൊടുക്കണമെന്നും. മക്കളെ ഇത് തരും അത് തരുമെന്നല്ല, മക്കളെ നമ്മളെല്ലാം ഒരു ക്യൂലാണടാ. ഇന്ന് വിളിച്ചാൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തേ തീരൂ. എൻ്റെ ദേശം ഇവിടെ അല്ല, നമ്മുടെ ദേശം പരദേശമാണ്. അക്കരെ ഒരു വീടുണ്ട്, അവിടെയാണ് എൻ്റെ ഭവനം. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
എത്രയോ പ്രായം വരെ ദൈവം കൊണ്ടുപോകും, അല്ലെങ്കിൽ യേശുവിന്റെ വരവ് നടക്കും. അതിനകം വരെ നമ്മൾ ഈ ഭൂമിയിൽ കാണും. അതത് സമയത്ത് തരും. നമുക്കൊരു ദൈവമുണ്ട്. നീ ജയിച്ചാലും തോറ്റാലും, നീ പ്രാർത്ഥിച്ചത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നിന്റെ ജീവിതത്തിനകത്ത് പരാജയമായിരുന്നാലും വിജയമായിരുന്നാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഇവിടം വിട്ടു പോകുന്നത് വരെ ഈ ലോകത്തിലുള്ള ആൾക്കാർ കാണും മക്കളെ, ഏക സത്യ ദൈവമുണ്ട് മോനെ. ആമേൻ. പഠിത്തത്തിൽ വിജയിപ്പിച്ചില്ലെങ്കിൽ ദൈവമെന്ന് തള്ളിക്കളയുന്ന ദൈവമല്ല ദൈവം മോനെ. ഏത് പ്രതികൂലം വന്നാലും, ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിന് വേണ്ടിയെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടൊന്നും പള്ളികളിൽ ആരില്ല. യുവാക്കന്മാരും യുവതികളും കൊച്ചുമക്കളൊന്നും പള്ളിക്കകത്തില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇത്ര മാർക്ക് കിട്ടുമെന്ന്. ഇപ്പം എന്തായി? അടുത്ത് ഇനി കേട്ടോ, അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പള്ളിയിൽ പോകും. കുഞ്ഞ് അവിടെ വെച്ചാൽ കുഞ്ഞ് കിട്ടി. എവിടെ? പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കിട്ടി. കുഞ്ഞ് വളർന്നു. കുഞ്ഞിന് ഒരു പരിധിയാകുമ്പോൾ ഒരു 12, 13, 14 വയസ്സാകുമ്പോൾ കുഞ്ഞിനൊന്നും അറിഞ്ഞുകൂടാ. സ്നാനം എന്തെന്ന് അറിഞ്ഞുകൂടാ, അഭിഷേകമില്ല, രക്ഷ അകത്ത് വന്നിട്ടില്ല, യേശു അകത്ത് വന്നില്ല. അപ്പോൾ പറയും സ്നാനപ്പെടണമെന്ന് പറയും. കുഞ്ഞിന് എന്തോന്നാണെന്ന് അറിയത്തില്ല. പാരമ്പര്യമായിട്ട് അവിടെയും സ്നാനപ്പെട്ട് രക്ഷയില്ല, സ്നാനമില്ല. പ്രശ്നം വരുമ്പോൾ കുഞ്ഞ് വീഴും. പക്ഷെ വചനം കിട്ടിയാൽ, യേശുവിനകത്ത് കിട്ടിയാൽ, സത്യം കുഞ്ഞിന് കിട്ടിയാൽ, വൃദ്ധനായാലും സത്യം അറിഞ്ഞാൽ ആ കുഞ്ഞ് വിട്ടുമാറത്തില്ല. കഷ്ടത വന്നാലും, ശോധന വന്നാലും, പട്ടിണി വന്നാലും, ഈ കുഞ്ഞ് പാടുമെന്നറിയാമോ? ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ, ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ, ഈ മരുയാത്രയതിൽ. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്. പ്രതികൂലം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും വീണു പോണ്ടെങ്കിൽ സത്യദൈവം ആരെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആ യേശുവിനെ കണ്ടുമുട്ടിയാൽ, ഞാൻ പറയാം, തീച്ചൂട വന്നാലും സിംഹക്കുഴി വന്നാലും ശത്രുക്ക് മേശക്ക അഭയത്തിനകോ സത്യദൈവത്തെ കണ്ടു. പ്രതിസന്ധി വന്നു, അവർ തീച്ചൂടക്കകത്ത് വീഴുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നെബൂഖദ്നേസറേ, നീ തീക്കകത്തിട്ടാലും, നീ ഞങ്ങളെ കൊന്നാലും ശരി. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. അവരെ 3 പേരെയും തീക്കകത്തിട്ടു. അവർക്കറിയാം, ദൈവം ഇറങ്ങി വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, മരിച്ചാൽ ഞാൻ എവിടെ കാണും? മരിച്ചാൽ ഞാൻ എവിടെ കാണും? സ്തോത്രം, സ്വർഗത്തിൽ കാണും. ഇത് പറയാൻ നമുക്ക് പേടിയാ. ഇത് പറയാൻ സ്തോത്രം. നമ്മുടെ ദേശം എവിടെയാ? സ്വർഗമാണ്. എന്ത് വന്നാലും അപ്പോസ്തലന്മാർക്കും ദൈവദാസന്മാർക്കും അറിയാം. വചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് നോക്കുമ്പോൾ മോശ തനിക്കുള്ള സമ്പത്തെല്ലാം എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞൂല്ലേ? ആ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം അബ്രഹാം ബഹു സമ്പത്തെന്ന് പറയുന്നു. പക്ഷെ അബ്രഹാം ഒരു കൂടാരം അടിച്ചടിച്ചാണ് അബ്രഹാം പാർത്തത്. കാരണം താൻ കർത്താവിൻ്റെ രാജ്യം നോക്കി ഇരുന്നു എന്ന് വേദപുസ്തകം എബ്രായറിലുണ്ട്. വായിക്കുമ്പോൾ അതിനകത്തോട്ട് പഴയ നിയമത്തിനകത്തില്ല, പുതിയ നിയമം വായിച്ചിട്ട് പഴയ നിയമത്തിൽ പോയാലേ വചനം എന്താണെന്ന് അറിയാൻ പറ്റൂ. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരെ, സഹോദര സഹോദരി, നമ്മൾ ദൈവം ആരെന്നറിയണം. കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയതല്ല ദൈവം. വിളിച്ചാൽ വിളി കേൾക്കാത്തതല്ല ദൈവം. കരഞ്ഞാൽ കണ്ണുനീരൊപ്പാത്തല്ല ദൈവം. ഏത് കണ്ണീരിന് നടുവിലും വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന, ഏത് റൂം അടച്ചിട്ടിരിക്കുമ്പോഴും വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെങ്കിൽ അതത്ര ഞാൻ പ്രസംഗിക്കുന്നതിന് ദൈവം. ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സകല സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. സൃഷ്ടാവാകുന്ന ഒരു ദൈവമുണ്ട്. അവനത്ര ഏക സത്യ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. കണ്ണുണ്ടെങ്കിലും കാണാത്തതല്ല ദൈവം. സ്തോത്രം. അതിന്റെ താഴത്തോട്ടോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ടക്കനെ വായിച്ചു പോയേ. തളർന്നു പോകുന്നതുമില്ല, തളർന്നു പോകില്ല. അടുത്ത്, ബുദ്ധി അപ്രമേയമത്രേ,
അത്രേ. ദൈവത്തിന്റെ ബുദ്ധി ആ പ്രമേയം അത്രേ. അടുത്ത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. എന്ത് ചെയ്യുന്നു? എന്റെ ദൈവത്തിന് ക്ഷീണം വരത്തില്ല. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി തരുന്ന ഒരു ദൈവം ഇന്ന് ഈ ശബ്ദ പരിധിക്കുള്ളിൽ, ഈ ദേശത്തിൽ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, വ്യത്യസ്തമായ വിഷയത്തോടെ നീ ക്ഷീണിച്ചിരിക്കാം. ഞാൻ പ്രസംഗിക്കുന്ന എന്റെ സത്യ ദൈവം നിന്റെ ക്ഷീണത്തെ മാറ്റി നിന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. യേശുവിനെ ഇതുവരെയും കണ്ടുമുട്ടാത്ത, ദൈവത്തെ കർത്താവ് രക്ഷകനുമായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, മാന്യ ശ്രോതാവേ, ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു രക്ഷകനുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ച്, സ്തോത്രം, എനിക്കും നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ച ഒരുവൻ വന്നിട്ടുണ്ട്. ആ യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപത്തെ പോക്കും. മാത്രമല്ല, ആ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ഈ യേശു മതിയായവൻ ഇന്ന് താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ആ യേശുവെ എന്റെ അകത്ത് വരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു സത്യദൈവമുണ്ട്. ഇന്ന് രാത്രി കണ്ണുനീരൊപ്പുന്നവനുണ്ട്. ഹൃദയത്തിന്റെ ഹൃദയമെടി പറയുന്നവൻ, ഹൃദയത്തിന്റെ ആഴമേറിയ നൊമ്പരത്തിന്റെ ആഴം അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. സ്നേഹിത സഹോദര സഹോദരി, ആ യേശുവിനെ ഒന്ന് കണ്ടെങ്കിൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്ന കൊരിന്ത്യർക്ക് ലേഖനം 1:23, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, വിശ്വസിക്കുന്നവർക്കോ അത് ദൈവശക്തിയുമാണ്. ഇന്ന് രാത്രി ആ ക്രൂശിൽ കിടക്കുന്ന ഇരു കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശുവിനെ താങ്കൾ കാണുന്നുണ്ടോ? ആർക്ക് വേണ്ടിയാണ് അത് മരിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിക്ക് വേണ്ടി, ഏത് പാവിക്ക് വേണ്ടി? സ്തോത്രം, വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആര് പ്രാർത്ഥിച്ചാലും, ആര് ക്രൂശിലേക്ക് നോക്കി പറഞ്ഞാലും, അപ്പാ എന്നോട് കരുണ കാണിക്കണമേ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ അധികാരമുള്ള ഒരു വനിത ആ ക്രൂശിൽ വിരൂപനായി കിടക്കുകയാണ്. കണ്ടാലോ ആളറിയാത്ത രീതിയിൽ ഒരുവൻ ഉഴവ് ചാല് പോലെ കീറപ്പെട്ടവനായി. സ്നേഹിത, താങ്കൾ നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത്, നിന്നേൽക്കേണ്ട സ്ഥാനത്ത്, തുപ്പടേൽക്കേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു ഇത് അനുഭവിച്ചു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ആ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ താങ്കളുടെ മുഴുവൻ പാപത്തെ ക്ഷമിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ ഈ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. താങ്കൾ പിന്മാറ്റത്തിലാണോ? എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരാൻ ഒരവസരമുണ്ട്. യേശുവിന്റെ ജീവൻ നമ്മുടെ അകത്തിറങ്ങട്ടെ. യേശു വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലായിരുന്നു. വാക്ക് തന്നെയായിരുന്നു പ്രവൃത്തി, പ്രസംഗം തന്നെയായിരുന്നു ജീവിതം. എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രസംഗം പോലെ വരട്ടെ. യേശുവിന്റെ വചനം പോലെ ജീവിക്കാൻ ദൈവം കൃപ തരട്ടെ. സത്യദൈവം ആരെന്ന് കാണുവാൻ ദൈവം കൃപ തരട്ടെ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവൻ ബലം നൽകുന്നു. അടുത്ത വരി, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. അടുത്ത വരി, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. അടുത്ത, യൗവനക്കാരും ഇടറി വീഴും. അടുത്ത, എങ്കിലും അപ്പനെ കാത്തിരിക്കുന്നവർ. അടുത്ത, ശക്തിയെ പുതുക്കും. എന്ത് പുതുക്കും? ആരാ ശക്തിയെ പുതുക്കുന്നത്? കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു പൈതലുണ്ടോ? ആ പൈതൽ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. ജീവിതത്തിനകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കും, വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും, ഫലം വന്നുകൊണ്ടിരിക്കും, ആത്മാവിൻ്റെ ഫലം വന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങും. ക്രിസ്തു യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ പരിജ്ഞാന തലത്തിലേക്ക് ഒരു പൈതൽ സഞ്ചരിക്കും. പരിജ്ഞാന തലം എന്തോന്നാ? ജ്ഞാനം. ജ്ഞാനം എന്തോന്നാ? അറിവ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശു ആണെങ്കിൽ എന്ത് ചെയ്യും, ആ അറിവിലേക്ക്, ആ ജ്ഞാനം പ്രാപിച്ച് നടക്കുന്നതാണ് പരിജ്ഞാന തലം. ഹല്ലേലൂയ. യേശുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ജീവിക്കും, യേശുവാണെങ്കിൽ എങ്ങനെ ഇടപെടും, യേശുവാണെങ്കിൽ ആ ശത്രുവിനെ എങ്ങനെ സ്നേഹിച്ചു. സ്വത്രം പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗോൽഗൊത്ത വരെ വീണ് എഴുന്നേറ്റും പോകുമ്പോൾ യേശുവിൽ നിന്ന് കൃപാവരം ഒഴുകിക്കൊണ്ടിരുന്നു. ആ ദേശം മുഴുവൻ ഒഴുകി. ഇന്നും ആ കൃപാവരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്താൽ നിറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പച്ച, എങ്ങനെയപ്പാ ഈ പാവി അങ്ങ് സ്നേഹിച്ചത്? എങ്ങനെയപ്പാ ഈ കള്ളനെ അങ്ങ് സ്നേഹിച്ചത്? എങ്ങനെയപ്പാ കർത്താവിനെ ഒറ്റിക്കൊടുത്തവനെ സ്നേഹിച്ചത്? എങ്ങനെയപ്പാ കർത്താവിനെ കാർക്കിച്ച് തുപ്പിയവനെ സ്നേഹിച്ചത്? യേശുവെ ക്രൂശിൽ കിടന്ന് തൊട്ടടുത്ത് കിടന്ന കള്ളനോട് എങ്ങനെയപ്പാ അപ്പ ക്ഷമിച്ചത്? ആ ഒരു ക്ഷമ എൻ്റെ അയൽവക്കത്തുകാരനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തിനകത്തുള്ള എൻ്റെ മക്കളോട് പോലും ക്ഷമിക്കാനുള്ള മനസ്സ് എനിക്കില്ല. എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ എൻ്റെ മനസ്സില്ല. എൻ്റെ പള്ളിക്കകത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് പോലും സംസാരിക്കാനോ ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല. യേശുവേ, എൻ്റെ സ്വഭാവത്തിനകത്തൊരു മാറ്റം തരണമേ. രാത്രി ആര് പറയും ഹല്ലേലൂയ? അടുത്തവർ വായിച്ചേ. യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആരോഗ്യം കാണും, ബലം കാണും, ശക്തി കാണും, പ്രായത്തിൻ്റെ പവർ കാണും. ഒരു 10, 20, 25, 27, 30, 35 വയസ്സിലൊക്കെ നല്ലൊരു എന്ത് ചെയ്യാനുള്ള ഒരു ആരോഗ്യം കാണും അല്ലേ? പക്ഷേ 95 വയസ്സായ അപ്പച്ചൻ്റെ അകത്ത് യേശുവിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ 28 വയസ്സായ ആൾ ചെയ്യുന്നത് പോലെ അല്ല ചെയ്യുന്നത്. ഓ ജീസസ്, എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. കാലേബിന് 40 ബലം ഇപ്പോഴും ഉണ്ടെന്ന്. ഓ ഗ്ലോറി, ഹല്ലേലൂയ. ഈ ബലം എവിടുന്ന്?
എൻ്റെ അപ്പൻ്റെ ബലം. ആരുടെ ബലം? പരിശുദ്ധാത്മാവിന്റെ ബലം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പറ്റി നിന്നവൻ കൃപ പ്രാപിച്ചു. ഇന്ന് രാത്രി കർത്താവിനെ പറ്റി നിൽക്കുന്ന പൈതൽ കൃപ പ്രാപിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം ആര്? കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും കയ്യിൽ വെച്ചിരിക്കുന്ന കീ ചെയിനകത്ത് കിടക്കുന്നതല്ല യേശു ക്രിസ്തു. ഫോട്ടോയിൽ ഇരിക്കുന്നതല്ല യേശു ക്രിസ്തു. കണ്ണുണ്ടെങ്കിലും കാണാത്തല്ല യേശു ക്രിസ്തു. പിന്നെയോ കരയുമ്പോൾ കണ്ണുനിരൊപ്പുന്ന നമ്മൾ എടുക്കുന്നതല്ല ദൈവം, നമ്മളെ എടുക്കുന്നവനാണ് ദൈവം. നമ്മൾ തോളത്ത് ചുമക്കുന്നതല്ല ദൈവം, നമ്മളെ ചുമക്കുന്നവനാണ് ദൈവം. ഒരു ഇടയനെ പോലെ തൻ്റെ കുഞ്ഞാടുകളെ തോളത്തെടുക്കുകയും, എവിടെ കിടക്കുന്ന യെശയ്യാവ് 39:11. ഒരു സ്വോത്ര ഇടയനെ പോലെ കുഞ്ഞാടുകളെ തോളത്തെടുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്ന യേശുവിനെ എത്ര പേർക്കറിയാം? ഈ യേശു മാത്രം കർത്താവ്, മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക 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 നാമം യേശു എന്ന നാമം. ഹല്ലേലൂയ. പുറത്തുള്ള അഭിനയവും കപടവും മതി, നമുക്കകത്ത് യേശുവിനെ സ്വീകരിക്കാം. അകത്തലങ്ങൾ യേശു വന്നാൽ തലമുടി നാരിഴ മുതൽ നഖത്തിനകം വരെ ജീവിതത്തിനകത്ത് മാറ്റം വന്നിരിക്കും. നിങ്ങൾക്ക് മാറ്റം വന്നാൽ ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒറ്റ വ്യക്തി ഉപവസിക്കും. എൻ്റെ സമയം പോയി. ചിലർ ഉപവസിക്കും. ഹല്ലേലൂയ. എന്തിനെന്നറിയാമോ? കർത്താവേ, ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ കാണിച്ചു അപ്പച്ച, ഇത്ര ദിവസത്തിനകത്ത് നീ അതിന് പരിഹാരം കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു കാര്യം, കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ആരും മോശമായിട്ട് ചിന്തിക്കല്ല, കേട്ട കാര്യം നിങ്ങളോട് പറയാം. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് വിരോധം, പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് വേറൊരാളിനോടൊരു വിരോധം. അങ്ങനത്തെ ആള് ഈ ഭൂമി വിട്ടുപോയി. ആളെന്ത് ചെയ്തു? ഭൂമി വിട്ടുപോയി. മറ്റാൾ പായസം ഉണ്ടാക്കി എല്ലാ വീടുകളിലും, അടുത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തു. എല്ലാവരും പായസം കുടിച്ചു. പിറ്റേന്ന് ചോദിച്ചു, ഈ പായസം നിങ്ങൾ കൊണ്ടുവന്നില്ലെന്ന് ബർത്ത്ഡേ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷമാണെന്ന് കേട്ട് പറഞ്ഞ്, എനിക്ക് ഇന്ന ആളിനോട് വിരോധമായിരുന്നു, അയാൾ തട്ടിപ്പോയി, അതുകൊണ്ട് തന്നാ. ഇത്രയൊക്കെ മനസ്സിലായി? ഇതാണോ പ്രാർത്ഥന? ഇതാണോ യേശുവുള്ള ആള്? ഇതാണോ യേശുവുള്ള ആള്? ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു ഗുരു ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന ഒരു ഗുരുവേ ഉള്ളൂ. ഒരു ചെകിട്ട് തടിച്ചാൽ മറു ചെകിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ വസ്ത്രം എടുക്കുന്നവന് പുതപ്പും കൂടെ തടുക്കരുതെന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, അതെന്റെ യേശു അത്രേ. കൂട്ടുമക്കളെ ക്ഷമിച്ചുകളാ എന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ഇന്ന് പകർക്കാലം ഞാനും നീയും ചെയ്ത കുറ്റകൃത്യം കണ്ടാൽ ഇവിടെ ഒരിടത്തും ഒതുങ്ങത്തില്ല. പക്ഷേ അത് ആൾക്കാർ കാണിക്കാൻ നോട്ടീസ് ഒട്ടിക്കാതെ എത്ര പാപം ചെയ്തെന്ന് ചിന്തിച്ച് നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ. പക്ഷേ ആൾക്കാരുടെ മുമ്പിൽ നാണം കിട്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? നമ്മളെ ഹൃദയം അറിയാമെന്നുള്ളൊരു മിഷ്യൻ ദൈവം കണ്ടുപിടിച്ച് ഇവിടെ എവിടെയെങ്കിലും വെച്ചിരുന്നെങ്കിൽ ഈ ദേശത്ത് നമ്മളെ വീട്ടിൻ്റെ അയൽവക്കത്ത് ഒറ്റ വീട്ടുകാർ കാണുമായിരുന്നോ? നമ്മളെ ഹൃദയത്തിൽ ഇതാണ് ചിന്തയെന്നറിഞ്ഞാൽ ഒറ്റ ആൾ താമസിക്കുമോ? ഇതൊക്കെ ആക്കി വെച്ചേക്കുന്ന ആരാ? ഈ ദൈവം നമ്മളെ ഒന്ന് പൊളിച്ച് ശാലിന് ഇങ്ങനെയാണെന്ന് ഭിത്തിയിൽ ഒട്ടിച്ചാൽ അറിയാം എന്താണെന്നകത്ത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കുറവില്ല, പക്ഷെ അകം എന്തെന്ന് അറിയണമെങ്കിൽ ഇതെൻ്റെ ദൈവം വെളിപ്പെടുത്തി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ലൈവായി ദൈവം കാണിച്ച് എന്ത് ചെയ്യുന്നു നോക്കിയേ. അപ്പം ദൈവം അപ്പോഴും ക്ഷമിച്ച് 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 ആ രക്തം കൊണ്ട് കഴുകി. പല നാൾ കള്ളൻ ഒരു നാൾ എന്ത് ചെയ്യും? പല നാൾ കള്ളം കാണിക്കും, പക്ഷെ ഒരു നാൾ കള്ളൻ ലൈവായി പിടിപെടും. പലരും ഇന്ന് സ്വത്രം ഇങ്ങനെ നിൽക്കുന്ന അനേകർ പിറ്റേ ദിവസം ആകുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. സ്വത്രം മനസ്സിലാകുന്നുണ്ടോ? പല നാൾ കള്ളൻ പല നാൾ രഹസ്യം ചെയ്തു. ദൈവം പല അവസരവും കൊടുത്തു, മോനെ മോളെ മടങ്ങി വാ. അവസാനം ഏൽക്കാതെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആള് സകല ചാനലുകളിലും അനേകർ പല സ്ഥലങ്ങളിലും കിടക്കുന്നു. നിവർന്നു നിൽക്കേണ്ട ആള് കർത്താവ് തന്ന ആലോചന ധിക്കരിക്കുമ്പോൾ, വചനം ധിക്കരിക്കുമ്പോൾ, സത്യം ധിക്കരിക്കുമ്പോൾ, നമ്മൾ വിശാല വഴി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവവൈദ്യനെ പോയി വീഴുന്ന സ്ഥലം ഈ ലോകത്തിലും അപമാനം നിറഞ്ഞ സ്ഥലമായിരിക്കും. ഇന്ന് രാത്രി ദൈവം ആരെന്ന് കണ്ടെത്തി ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക്, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാനും നിങ്ങളും വിട്ടുകൊടുക്കാൻ, അപ്പൻ്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി എന്ന് പറയാൻ എത്ര ഒരു വിട്ടുകൊടുക്കും? വേദപുസ്തകത്തിലേക്ക് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 10, 11, 12 വാക്യം ടക്കനെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10, 11, 12 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കയാൽ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തോട്ടെ. അടുത്ത് അഴുക്കുള്ളവൻ നമ്മളത് നോക്കണ്ട. അയാൾ എന്ത് ചെയ്യുന്നല്ല നോക്കേണ്ടത്. ഞാൻ എൻ്റെ യേശുവിനെ നോക്കിയാൽ വീഴത്തില്ല, മനുഷ്യനെ നോക്കിയാൽ വീഴും.
അയൽവക്കത്തുകാരനെ നോക്കിയാൽ വീഴും, ചിലപ്പം പള്ളി പോകുന്ന ആളിനെ നോക്കിയാലും വീഴും. യേശുപ്പൻ അതല്ലേ പറഞ്ഞ് ഇവന് ചെവി കൊടുപ്പീൻ. എന്താ പറഞ്ഞ? മോശയെ നോക്കാൻ പറയത്തെന്താ? ഏലിയാവിനെ നോക്കാൻ പറയത്തെന്താ? ദാവീദിനെ നോക്കാൻ പറയത്തെന്താ? സ്തോത്രം. കർത്താവിനറിയാം അവരെയൊക്കെ നോക്കി വീണു പോകും. സ്തോത്രം. അബ്രഹാമിനെ നോക്കാൻ പറയത്തെന്താ? ആദമിനെ നോക്കാൻ പറയത്തെന്താ? കർത്താവ് പറഞ്ഞു ഞാൻ മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, സ്വർഗ്ഗത്തെക്കാൾ വലിയവൻ, മഹാപുരോഹിതനേക്കാളും വലിയവൻ, വലിയവനാകുന്ന ദൈവത്തെയാണ് ചെവി കൊടുക്കേണ്ടത്. ഒരിക്കൽ രൂപാന്തരപ്പെട്ട് മലയിൽ പോയി രൂപാന്തരപ്പെടുകയാണ് ശിഷ്യന്മാരുടെ നടുവിൽ. രൂപാന്തരപ്പെടുമ്പോൾ ഏലിയാവിനെ കണ്ടു, മോശയെ കണ്ടു. അവിടെ ഏലിയാവും പോയി, ഇവര് പത്രോസ് കുടിലുണ്ടാക്കാൻ പോവുകയാ. ഏലിയാവും പോയി, മോശയും പോയി. പക്ഷേ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ആര്? യേശു. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അയൽവക്കത്ത് നോക്കിയപ്പോഴല്ല, യേശുവിൽ നോക്കിയപ്പോൾ. ഞാൻ എൻ്റെ കണ്ണുകളിൽ കർത്താവിലേക്ക് ഉയർത്തും. ആമേ. എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരും. നോക്കേണ്ടത് അടുത്തുള്ളതിനല്ല, അടുത്തിരിക്കുന്ന വിശ്വാസിയല്ല നോക്കേണ്ടത്. ചിലപ്പോൾ അവരിൽ തെറ്റായിരിക്കും നമ്മൾ കാണുന്നത്, വീണു പോകും. നമ്മൾ നോക്കേണ്ടത് എല്ലാം തികഞ്ഞ ഒത്ത പുരുഷൻ യേശുവിനെ. എല്ലാം തികഞ്ഞ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം, മണവാളൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ഒറ്റയാളെ ഉള്ളു മണവാളൻ. ബാക്കി വായിച്ചടുത്ത വരി. അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. അടുത്ത നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. അടുത്ത വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അടുത്ത ഇതാ ഞാൻ വേഗം വരുന്നു. യേശു പറഞ്ഞു മോനെ ഞാൻ വേഗം. നിന്റെ ഈ വിശുദ്ധി പോരാ, വിശുദ്ധൻ ഇനിയും തന്നെ. എന്താണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ? ശുദ്ധി, വിശുദ്ധി. ശുദ്ധി എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുന്നതാണ് ശുദ്ധി. എൻ്റെ ജീവിതത്തിനകത്ത് പാപമുണ്ടെങ്കിൽ ആ രക്തം കൊണ്ട് കഴുകിക്കളയുമ്പോൾ ശുദ്ധിയുള്ളൊരു പാത്രമായി ഞാൻ മാറി, അത്രയേ ഉള്ളൂ. പക്ഷെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ഒന്നാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. ഈ സ്വഭാവം എൻ്റെ അകത്ത് നിറഞ്ഞാലേ വിശുദ്ധിയുള്ള ആളെന്ന് പറയാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധൻ ഇനിയും തന്നെ ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അടുത്ത വരി. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അടുത്ത വരി. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. വീണ്ടും വെളിപ്പാട് 22-ന്റെ 6-7 വായിക്കുമ്പോൾ വായിച്ചേ. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. യേശു പറയുന്നു, മക്കളെ മോനെ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു വിളിച്ചു പറയുന്നു, മോനെ മോളെ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? വർഷകാലം കൊണ്ട് ആരാധനയ്ക്കാണ്, പള്ളിക്കകത്തുണ്ട്, പക്ഷെ ഒരുക്കമുണ്ടോ? വർഷകാലം കൊണ്ട് ആരാധന കേൾക്കുന്നുണ്ട്. അനേകർ ട്രാക്ടർ നിന്റെ വീട്ടിൽ കൊണ്ട് തന്നു, വേദപുസ്തകം നിന്റെ വീട്ടിൽ കൊണ്ട് തന്നു. യേശുവാണ് സത്യദൈവം എന്ന് നിന്നോട് പറഞ്ഞു. നീ രക്ഷിക്കപ്പെട്ടുവോ? മാനസാന്തരപ്പെട്ടുവോ? സ്നാനപ്പെട്ടുവോ? അഭിഷേകം പ്രാപിച്ചുവോ? സത്യവചനത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയോ? കർത്താവിന്റെ മേശ സ്വീകരിച്ചുവോ? അപ്പോസ്തല ഉപദേശത്തിന്റെ മുൻപിൽ മുട്ടുമടക്കിയോ? കൂട്ടായ്മ ആചരിച്ചുവോ? അപ്പം നുറുക്കിയോ? പ്രാർത്ഥന കഴിച്ചുവോ? അപ്പനോട് കൂടെ വിശുദ്ധിയോടെ ജീവിക്കാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ മാന്യ ശ്രോതാവേ, ഇന്ന് രാത്രി ഒരു അവസരം കൂടെ താങ്കൾക്ക് ദൈവം തരികയാണ്. ഇന്ന് രാത്രി മുട്ടുമടക്കാമെങ്കിൽ വിടുവിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ ഒരു പൈസ ചെലവില്ല, 1 രൂപയും കൊടുക്കണ്ട, വസ്തു വിറ്റ് കൊടുക്കണ്ട, വീട് വിറ്റ് കൊടുക്കണ്ട, നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് കൊടുക്കണ്ട, സമ്പത്ത് കൊടുക്കണ്ട. നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, കരുണാസമ്പന്നാകുന്ന ദൈവം നിങ്ങളുടെ അകത്ത് വരുമോ? ഇന്ന് രാത്രി ദേശത്ത് വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്, യേശുവേ അങ്ങയുടെ വരവിൽ എനിക്കും കയറി വരണം. ഇനി നടക്കാൻ പോകുന്ന കാര്യം യേശുവിന്റെ വരവാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം ഒരു വാക്യം കൂടെ വായിച്ചേ. 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. വായിച്ചേ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി
ചെയ്യുന്നു. മതി, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇന്ന് വരെയും ഈ ലോകത്തിൽ അനേകർ ജനിച്ചിട്ടുണ്ട്, അനേകർ മരിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജനനം ഒരു അത്ഭുതം, യേശുവിന്റെ ജീവിതം ഒരു അത്ഭുതം, യേശുവിന്റെ സ്ഥാനം ഒരു അത്ഭുതം, യേശുവിന്റെ ശുശ്രൂഷ ഒരു അത്ഭുതം, യേശുവിന്റെ പ്രാർത്ഥന അത്ഭുതം, യേശുവിന്റെ പ്രസംഗം അത്ഭുതം, യേശുവിന്റെ യാത്ര അത്ഭുതം, യേശുവിന്റെ ശുശ്രൂഷ അത്ഭുതം, യേശുവിന്റെ ആമേൻ സ്വത്ര മരണം അത്ഭുതം, യേശുവിന്റെ ഉയർപ്പ് അത്ഭുതം, യേശുവിന്റെ സ്വർഗാരോഹണം അത്ഭുതം, യേശുവിന്റെ വരവ് അത്ഭുതം. രാത്രി ആ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അനേകർ മരിച്ചു, അടക്കപ്പെട്ടു, പക്ഷേ വീണ്ടും വരാമെന്ന് പോയത് ഒരാളേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുക്രിസ്തു. എല്ലാവരും മരിച്ചു മൺമറഞ്ഞ് ലോകത്തിലെ പേരും പ്രശസ്തിയുള്ളവരും ധനാഢ്യരും ബഹുസമ്പത്തുള്ളവരും ജ്ഞാനമുള്ളവരും പേരുള്ളവരും ആ സ്തോത്രം സകല സകല സ്ഥലങ്ങളിൽ ഉന്നതരായവർ ഈ ഭൂമി വിട്ടു പോയപ്പോൾ സഹോദരങ്ങളെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയില്ല. എന്നാൽ ഒരുവൻ പറഞ്ഞിട്ട് പോയി, മോനെ ഞാൻ വരും, വീണ്ടും വരും, വീണ്ടും വരും എന്ന് പറഞ്ഞിട്ട് പോയ ഒരുവനെ ഉള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ, എബ്രായർക്ക് എഴുതിയ ലേഖനം സ്തോത്രം വായിച്ചേ. ക്രിസ്തുവും അങ്ങനെ തന്നെ, ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അടുത്ത തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ യേശു വന്നു. എന്തിനു വേണ്ടി? പാപികൾക്ക് വേണ്ടി. എന്നാൽ ഇനി വരുന്നത് പാപമില്ലാതെ കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. ഓ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16, 17 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവരെ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പീൻ. ഇന്ന് രാത്രി വരുമോന്നറിയത്തില്ല, പകൽ വരുമോന്നറിയത്തില്ല, യാത്ര ചെയ്യുമ്പോഴാണോ യേശുവിന്റെ വരവെന്നറിയത്തില്ല, കിടന്നുറങ്ങുമ്പോഴാണോ യേശുവിന്റെ വരവെന്നറിയത്തില്ല, മറ്റു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴാണോ യേശുവിന്റെ വരവെന്നറിയത്തില്ല. എപ്പോ വന്നാലും കയറിപ്പോകാൻ കാത്തിരിക്കുന്ന മണവാട്ടികൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതിനച്ചാരം പ്രാപിച്ച മണവാട്ടികൾക്ക് തളർച്ചയില്ല. അതിനച്ചാരം പ്രാപിച്ച മണവാട്ടികൾ നാൾക്ക് നാൾ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട് പാപത്തെ ജയിച്ചുകൊണ്ട് കൃപമേൽ കൃപ പ്രാപിച്ച് കാത്തിരിക്കും. അവർക്ക് പേടിയില്ല. അവർ പറയുന്നൊരു വാക്കുണ്ട്, ആമേൻ കർത്താവ് യേശുവേ വേഗം വരണമേ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുവിന്റെ വരവുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ 3 രീതിയിൽ. ഒന്ന്, മനുഷ്യനായിട്ടാണ്. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് വന്നത്? ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ വന്നു? എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭയത്തിൽ നിന്ന് സകലരെ രക്ഷിക്കാൻ യേശു മനുഷ്യനായി വന്നു. എന്തുകൊണ്ട് യേശു മനുഷ്യനായി വന്നു? നമ്മൾ മനുഷ്യരായതുകൊണ്ട് യേശു മനുഷ്യനായി വന്നു. മനുഷ്യനായി യേശു ഒന്നാമത് വന്നത് എന്തിന്? പാപിയെ രക്ഷിക്കാനാണ് യേശു മനുഷ്യനായി വന്നത്. അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വരികയും, ഓ സ്തോത്രം, വിവാഹം കഴിയാത്ത മറിയ എന്ന സഹോദരിയുടെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവിൽ ജനിച്ച ഒരാളെ ഉള്ളൂ. അതത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുമ്പോൾ ഞാൻ പറയാം, പാപത്തിൽ ജനിക്കാത്ത ഒരാളെ ഉള്ളൂ, യേശു ക്രിസ്തു. ഭൂമിയിൽ അപ്പനില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. സ്വർഗത്തിൽ അമ്മയില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അതെന്റെ യേശു ക്രിസ്തു. ഇന്ന് രാത്രി പാപമില്ലാതെ ജനിച്ച ഒരാളെ ഉള്ളൂ, അതെന്റെ യേശു ക്രിസ്തു. ആദാമിൽ എല്ലാവരും പാപികളായി തീർന്നതുപോലെ ക്രിസ്തുവിലൂടെ ആ രക്തത്താൽ എല്ലാവരും നീതീകരിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു. ഞാൻ പാപിയായതുകൊണ്ട് എൻ്റെ പാപത്തെ മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുവാൻ യേശു ക്രിസ്തു എന്നെ പോലെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. വരിക മാത്രമല്ല, യേശു ക്രിസ്തു 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു, ശുശ്രൂഷ ആരംഭിച്ചു. സ്തോത്രം, ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. രക്തത്തുള്ളി, വിയർപ്പ് തുള്ളി രക്തമായി. ഓ, വിയർപ്പൊഴുകുമ്പോൾ രക്തത്തുള്ളികൾ രോമകൂപത്തിനകത്തൂടെ ഒഴുകാൻ തുടങ്ങി. ഇതാ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ പടയാളികൾ വരും മുൻപ് യേശുവിനറിയാൻ തന്റെ നാഴിക വന്നെന്ന്. ശിഷ്യന്മാർ ഉറങ്ങുമ്പോൾ തട്ടി ഉണർത്തി പറഞ്ഞു, മക്കളെ നാഴിക വന്നു. പറഞ്ഞ ഉടനെ ശിഷ്യന്മാർ ഉണർന്നു. പട്ടാളക്കാർ യേശുവിന്റെ അടുക്കൽ വന്നു. നിങ്ങൾ ആരെ തിരയുന്നെന്ന് യേശു ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ നസ്രയനാകുന്ന യേശുവിനെ തിരയുന്നു. യേശു പറയും, അത് ഞാൻ തന്നെ എന്ന് പറയുന്ന മാത്രയിൽ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നവർ താഴെ തെറിച്ചു വീഴുന്നു.
വീണ്ടും എഴുന്നേറ്റ് വരുന്നു. ഓ, നിങ്ങൾ ആരെ തിരയുന്നത് യേശു ചോദിക്കുന്നു. സ്തോത്രം. അവർ പറയും, നസ്രേനാകുന്ന യേശുവിനെ. ഓ, ഞാൻ തന്നെ എന്ന് യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൊടുത്തിട്ട് അടുത്ത വാക്ക്, ഇവർ പൊയ്ക്കൊള്ളട്ടെ. എത്രയൊക്കെ മനസ്സിലായി? യേശു പറഞ്ഞു, ഈ മക്കൾ പൊയ്ക്കൊള്ളട്ടെ. യേശു ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും അവിടെ ഫ്രീ ആയതാണ്. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന പൈതലെ, നിത്യ നരകത്തിന്റെ ദണ്ഡനത്തിനകത്ത് സാത്താൻ എന്നെയും നിന്നെയും കെട്ടിവെച്ചിരുന്ന കെട്ടഴിഞ്ഞത് എൻ്റെ യേശുവിനെ കെട്ടാൻ കൈ വിട്ടുകൊടുത്തപ്പോൾ എൻ്റെ നിങ്ങളുടെ കെട്ട് അവിടെ വച്ചഴിഞ്ഞു. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയി. ഇതാ സ്തോത്രം, മരിച്ചു, അടക്കപ്പെട്ടു. ഞാൻ അതൊന്നും വിസ്തരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. മൂന്നാം നാൾ യേശു ക്രിസ്തു റോമാക്കാരുടെ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച്, ഓ 1 കൊരിന്ത്യർ 15:55, ഹേ മരണമെന്നിന്റെ ജയം അവിടെ, ഹേ മരണമെന്നിന്റെ വിഷമുള്ള ഇവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു സ്തോത്രം 40 ദിവസം കണ്ടോ മനുഷ്യനായിട്ട് ഉണ്ട്. മറ്റൊരുവരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഏക നാമം യേശു. ഹല്ലേലൂയ. ആ യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇതാ ശിഷ്യന്മാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദൂതൻ ചോദിച്ചു, അല്ലയോ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിനെ കയറി പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയ ഒരുവനെ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു വരാറായി. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച സകല പ്രവചനങ്ങളും നിവൃത്തിയായി എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സ്നേഹിത സഹോദര, ഇനി നടക്കേണ്ട പ്രവചനം യേശുവിന്റെ വരവാണ്. യേശു ഒന്നാമത് മനുഷ്യനായിട്ട് വന്നു. എന്തിനു വേണ്ടിയാണ് വന്നത്? പാപികളെ രക്ഷിക്കാൻ വന്നു. ഇനി എൻ്റെ യേശു വരുന്നത് പാപികളെ രക്ഷിക്കാനല്ല, പാപം കൂടാതെ ക്രിസ്തുവിനായി കാത്തിരിക്കുന്ന, ആത്മാവിൽ നിറഞ്ഞ് കാത്തിരിക്കുന്ന മണവാട്ടികളെ ചേർക്കാനാണ്. മണവാളൻ മധ്യാകാശം വരുന്നത്. കർത്താവ് മധ്യാകാശം വന്ന് വിളിക്കും ഇങ്ങനെ, എനിക്ക് വേണ്ടി കാത്തിരുന്ന് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ വിശുദ്ധന്മാരെ മടങ്ങി വരുവിനെന്ന് വിളിക്കുന്ന മാത്രയിൽ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുന്നത് കല്ലറയിൽ ഇതുവരെ കർത്താവിനായി ജീവിച്ചു, കർത്താവിനെ കാത്തിരുന്നു, കാണാതെ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കല്ലറകളിലേക്ക് യേശുവിൻ്റെ ശബ്ദം ഇറങ്ങിച്ചെല്ലും. ശബ്ദം ഇറങ്ങിച്ചെല്ലുമ്പോൾ സ്വത്രം മരിച്ചത് വർഷകാലം മുമ്പായിരിക്കാം, മരിച്ചത് കാല് നഷ്ടപ്പെട്ടും കൈ നഷ്ടപ്പെട്ടുമായിരിക്കാം. എന്നാൽ വിശുദ്ധന്മാരുടെ കല്ലറകളിൽ പൊട്ടിത്തുറന്ന്, എല്ലാ കല്ലറയുമല്ല, വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടിത്തുറന്ന് രൂപാന്തരപ്പെട്ട മറ്റൊരു ശരീരം പ്രാപിച്ച് സകല വിശുദ്ധന്മാരും എഴുന്നേറ്റ് വരും. റെയിൽവേ പാളത്തിനകത്താണെങ്കിൽ റെയിൽവേ പാളം തകരും, വീട്ടിൻ്റെ അടിയിലാണെങ്കിൽ വീട് തകരും, റോഡിനടിയിലാണെങ്കിൽ റോഡ് തകരും. എവിടെയാണോ വിശുദ്ധൻ വിശ്രമിക്കുന്നത് അവിടെ നിന്ന് മറ്റൊരു ശരീരം പ്രാപിച്ച് എഴുന്നേറ്റ് വരും. തീർന്നില്ല, പിന്നെ അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്ന ആ വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം കയറിപ്പോയ ശേഷം ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ വിശുദ്ധന്മാർ ആരെല്ലാം രക്ഷിക്കപ്പെട്ടു, ആരെല്ലാം മാനസാന്തരപ്പെട്ടു, ആരെല്ലാം സ്ഥാനപ്പെട്ടു, കർത്താവിന്റെ വചനപ്രകാരം ക്രിസ്തുവിനെ ധരിച്ച മണവാട്ടി സഭ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എത്രക്ക് മനസ്സിലായി? ട്രെയിനിൽ സഞ്ചരിക്കുന്ന 2000 പേരുണ്ടെങ്കിൽ, ട്രെയിൻ ഓടിക്കുന്ന വ്യക്തി വിശുദ്ധനാണെങ്കിൽ, അതിൽ സഞ്ചരിക്കുന്ന 500 പേർ വിശുദ്ധരാണെങ്കിൽ ആ ട്രെയിൻ തകർന്നു പോകും. ആ വിശുദ്ധന്മാർ കയറിപ്പോകും. വയലിൽ 2 പേരിരിക്കും, ഒരാൾ തള്ളപ്പെടും, ഒരാൾ ചേർക്കപ്പെടും. 2 പേർ തിരിക്കലിൽ പൊടിക്കും, ഒരാൾ തള്ളപ്പെടും, ഒരാൾ ചേർക്കപ്പെടും. കല്യാണ വീട്ടിൽ 500 പേർ നിൽക്കും. വരനും വധുവും വിവാഹത്തിന് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് വിവാഹത്തെ ഒരുമിച്ച് 2 കരം പിടിച്ചു കൊടുക്കുമ്പോഴാണ് യേശുവിന്റെ വരവെങ്കിൽ അതിനകത്ത് നിന്ന് പയ്യൻ യേശുവിനെ യഥാർത്ഥമായി സ്വീകരിച്ചവൻ അവനും കയറിപ്പോവും, ആ പാസ്റ്ററും കയറിപ്പോവും. പെൺകുട്ടി നോക്കുമ്പോൾ ആരെ കാണാനില്ല? പറ, പയ്യനെ കാണാൻ ഇല്ല. സ്തോത്രം. ഇതാണ് നടക്കാൻ പോകുന്നത്. 500 പേർ കല്യാണത്തിന് കൂടി, 250 പേരെ കാണാനില്ല. രാത്രി 10 പേർ കിടന്നുറങ്ങി, ആ വീട്ടിൽ 2 പേരെ കാണാനില്ല. അയ്യോ, ട്രെയിനിൽ ഇത്ര പേരെ കാണാനില്ല. ഫ്ലൈറ്റുകൾ തകർന്നു, ഇത്ര പേരെ കാണാനില്ല. അയ്യോ, ഇന്ന രാജ്യത്ത് ഇത്ര പേരെ കാണാനില്ല. അയ്യോ, അമേരിക്കയിൽ ഇത്ര പേരെ കാണാനില്ല. ദുബായിൽ ഇത്ര പേരെ കാണാനില്ല. തിരുവനന്തപുരത്ത് ഇത്ര പേരെ കാണാനില്ല. സ്തോത്രം. നെയ്യാറ്റിൻകര ഇത്ര പേരെ കാണാനില്ല. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം കേൾക്കാൻ പോകുന്നു. ഭൂമിയിൽ രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. മാന്യ ശ്രോതാവേ, കർത്താവായ യേശുവിന്റെ വരവ് നടക്കാൻ പോകുന്നു. വിശുദ്ധന്മാർ കയറി പോകാൻ പോകുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ സമയമായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് രാത്രി എത്രയോ കാലങ്ങൾ കൊണ്ട് താങ്കൾ വചനം കേൾക്കുന്നു, പ്രസംഗം കേൾക്കുന്നു, സത്യസുവിശേഷം കേൾക്കുന്നു. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? യേശുവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടോ? പാപം വിട്ട് തിരിഞ്ഞിട്ടുണ്ടോ? ഇനിയെങ്കിലും കർത്താവിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി ഇല്ല എങ്കിൽ ഇന്ന് രാത്രി യേശു താങ്കളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, ഞാൻ നിനക്ക് വേണ്ടി തകരപ്പെട്ടു, എന്റെ രക്തം കൊണ്ട് നിന്നെ വിലക്കി വാങ്ങാൻ ഞാൻ വന്നു. അതേ പൈതല്, നിന്റെ ഹൃദയത്തിന്റെ കവാടത്തെ മുട്ടി വിളിക്കുന്ന യേശു ഇന്ന് രാത്രി സ്നേഹിത സഹോദര നിന്നെ സ്നേഹിക്കുകയാണ്.
വിശുദ്ധന്മാരെല്ലാം സ്വർഗത്തിലേക്ക് കയറിപ്പോകും. സ്വർഗത്തിൽ കയറിപ്പോകുമ്പോൾ അവിടെ 7 വർഷം വിശുദ്ധന്മാർ മുഴുവനും യേശുവിനോട് കൂടെ കർത്താവിന്റെ അടുക്കലാണ്. 7 വർഷം. എവിടെ? 7 വർഷം. ഈ 7 വർഷം ഭൂമിയിൽ ഒരു എതിർ ക്രിസ്തു ഭരിക്കും. ഒരു എതിർ ക്രിസ്തു ഭരിക്കും. ഹല്ലേലൂയ. വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാത്ത കാലഘട്ടം, 666 മുദ്ര വരുന്ന കാലഘട്ടം. ഓ സ്തോത്രം. ഒരു എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഉടയൻ, ആന്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു, അധർമ്മമൂർത്തി എന്നൊക്കെ അവന് പേര് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. അന്തിക്രിസ്തു എന്നുള്ള വാക്കില്ല, അത് ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഈ വേദപുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഇവൻ സ്തോത്രം ഒരാടിൻ്റെ വേഷം കൊണ്ടുവരും, വെള്ള ധരിച്ച ആൾക്കാരെ വശീകരിക്കാനായിട്ട് വരും. വന്നിട്ട് ഇവൻ്റെ ആദ്യം എല്ലാവരും സോപ്പിട്ടവൻ കയ്യിലെടുക്കും. സ്തോത്രം. തള്ളപ്പെട്ട എല്ലാവരും ഇതിനകത്ത് കാണും. വിശുദ്ധന്മാരെല്ലാം എവിടെ കിടക്കും? എവിടെ പോകും? 7 വർഷം യേശുവിനോട് കൂടെ, ഓ രാജാവിനോട് കൂടെ അവിടെ ചെല്ലുമ്പോൾ കിരീടങ്ങൾ പ്രാപിക്കും. ഓ സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ സ്വർഗം ദൈവത്തിൻ്റെ മക്കൾക്ക് കിരീടം വെച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 9 ഓ സ്തോത്രം 25 വാക്യം വായിക്കുമ്പോൾ വാടാത്ത കിരീടം. 1 തെസ്സലോനിക്കർ 2:19 പ്രശംസാ കിരീടം. യാക്കോബ് 1:12 ജീവകിരീടം. 2 തിമോഥെയോസിന്റെ ലേഖനം 4:7-8 നീതിയുടെ കിരീടം. വെളിപ്പാട് 2:10 ജീവകിരീടം. ഇങ്ങനെ വ്യത്യസ്തമായ കിരീടങ്ങളുണ്ട്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതത് കിരീടങ്ങൾ. നമ്മൾ കിരീടത്തിന് വേണ്ടിയല്ല ഓടുന്നത്, സ്വർണ്ണ തെരുവീതിക്ക് വേണ്ടിയല്ല ഓടുന്നത്. യേശു ഇരിക്കുന്നിടത്ത് പോകാൻ, യേശുവിനെ കാണാൻ, പ്രതിഫലം വാങ്ങാനല്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ കൊണ്ടുവന്ന് പ്രതിഫലം കൊടുക്കുമ്പോൾ 7 വർഷം ഒരു എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ ഭരിക്കും. ഓ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, വാങ്ങാനോ വിൽക്കാനോ പറ്റാത്ത ഒരു കാലഘട്ടം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ടക്കനെ 1-2 വാക്യം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. വായിച്ചേ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്ത് അപ്പോൾ ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അടുത്ത് ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അടുത്തവര് അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് കേട്ടു. അടുത്തവര് അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒന്നല്ലെങ്കിൽ ഒന്ന് കഷ്ടകാലം വരാൻ പോകുന്നു. വാങ്ങാനോ വിൽക്കാനോ പറ്റാത്ത കാലഘട്ടം, വെള്ളം പോലും കിട്ടാൻ പറ്റാത്ത കാലഘട്ടം, വെള്ളം കോരുമ്പോൾ രക്തമായി മാറുന്ന കാലഘട്ടം, കയ്പായി മാറുന്ന കാലഘട്ടം. മരണത്തിന് വേണ്ടി ഓടും, പക്ഷെ നടക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ ഈ 7 വർഷത്തിനിടയ്ക്ക് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിച്ചു പോകണം. അവിടെ 2 സാക്ഷികൾ, 2 കർത്താവിന്റെ സാക്ഷികൾ ഇറങ്ങി വരുമെന്ന് വേദപുസ്തകം പറയുന്നു. ഈ 7 വർഷത്തിനകത്ത് 2 പേർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 2 പേർ മരിച്ച് ഭൂമിയിൽ വീഴും. 3.5 ദിവസം ഇവരെ ബോഡി അടക്കം ചെയ്യുകയില്ല. അവസാനം വായിച്ചേ 11-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാം വാക്യം മുതൽ അവർ വന്ന് സുവിശേഷം പറഞ്ഞിട്ടും രക്ഷിക്കപ്പെടുകയില്ല. വായിച്ചേ. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അടുത്ത് അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 3.5 വർഷം 1200 ഒന്നൂടെ. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അടുത്തവര് അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അടുത്ത ഈ 7 വർഷത്തെ കാലഘട്ടം നടക്കുന്നതാണ്. വിശുദ്ധന്മാർ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിൽ. എവിടെ? യേശുവിന്റെ കൂടെ പ്രതിഫലങ്ങൾ വാങ്ങി സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന്റെ അടുത്തിരിക്കുമ്പോൾ ഇവിടെ 7 വർഷ കാലഘട്ടത്തിൽ ഒരു പ്രതികൂലം നടക്കുകയാണ്, പ്രശ്നം നടക്കുകയാണ്, പ്രതിസന്ധി നടക്കുകയാണ്. അതിന്റെ നടുവിലാണ് ഈ 2 പേർ വരുന്ന ദൈവം അയക്കുന്നത്. 2 പേർ അയക്കുന്നത്. അവരിൽ നടക്കുന്ന ശുശ്രൂഷയാണ് ഈ പറയുന്നത്. വായിച്ചേ അടുത്ത വരി. അവരുടെ പ്രവചന കാലത്ത് ആകാശം അടച്ചു കളവാൻ, ഈ 2 പേർക്കും ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അടുത്തവര് ഇവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന ഇവരെ സാക്ഷ്യം തികയ്ക്കും. ഇവര് സുവിശേഷം വിളിച്ചു പറയും. എന്നാൽ ആരും ആ മുട്ടുമടക്കാൻ മനസ്സില്ല. ഈ 7 വർഷ കാലഘട്ടത്തിൽ 2 പേരെ ദൈവം അയക്കും. പക്ഷേ ഇന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, യേശു വരാറായി. നോഹയുടെ കാലത്ത് ഇതാ ജലപ്രളയം വരാൻ പോകുന്നു എന്ന് ഇതാ നോഹ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു. 3 വർഷം, ഏതാണ്ട് 3 വർഷത്തിലധികം ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു. അന്ന് മഴ എന്തെന്ന് പോലും അറിയാത്ത കാലഘട്ടം.
കാലഘട്ടം, മഴ പെയ്യാത്ത കാലഘട്ടം. ദൈവം പറഞ്ഞു, നോഹേ, ജനത്തിന്റെ പാപം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6:13 പറയുന്നു, സകലത്തിന്റെ അവസാനം ഇതാ എന്റെ മുൻപിൽ വന്നിരിക്കുന്നു, സകലത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു, സകലതും തകരാൻ പോകുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം ഇതാ നോഹയോട് വിളിച്ചു പറയും. നോഹയോട് പറയും, പെട്ടകം ഒരുക്കുക. നോഹ പെട്ടകം ഒരുക്കി 3 വർഷത്തിലധികം നോഹ വിളിച്ചു പറഞ്ഞു, മഴ വരാൻ പോകുന്നു, ജലപ്രളയം വരാൻ പോകുന്നു, എല്ലാവരും പെട്ടകത്തിൽ കയറിക്കോന്ന് നോഹ വിളിച്ചു പറഞ്ഞു. 8 പേർ, ആ കുടുംബം അല്ലാതെ മറ്റാരും കയറിയില്ല. ഓ, നോഹയുടെ കാലം പോലെ ഇന്നും അങ്ങനെ തന്നെ സുവിശേഷത്തിന് കണക്കില്ല. എല്ലായിടത്തും സുവിശേഷ പ്രസംഗം കേൾക്കുന്നുണ്ട്, എന്നാൽ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഇതൊക്കെ വെറുതെയാണെന്ന് ഒരു കൂട്ടം പേർ പറഞ്ഞ് കളിയാക്കുമ്പോൾ, സ്നേഹിത സഹോദര, ഇന്ന് രാത്രി യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ, അതോ എതിർ ക്രിസ്തുവിന്റെ കൈകളിൽ വീഴുമോ? യേശുവിന്റെ ശബ്ദം കേട്ടിട്ടും വചനം കേട്ടിട്ട് താങ്കൾക്ക് ഇന്നും ആ രക്ഷയിലേക്ക് വരാൻ, മാനസാന്തരത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താകും സ്ഥിതി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി മടങ്ങി വാ, ഇന്ന് രാത്രി മുട്ടുമടക്ക്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19 വരുമ്പോൾ ഇതാ ലോത്തിന്റെ കാലം, സോദോം ഗൊമോറ പട്ടണം തകർക്കാൻ പോകുന്നു. യഹോവയാകുന്ന ദൈവം ലോത്തിന് ദേശത്തിന് ആലോചന കൊടുക്കുക. അവിടെ 10 വിശുദ്ധന്മാരില്ലാത്തത് കൊണ്ട് സോദോം ഗൊമോറ തകരുകയാണ്. തകരും മുമ്പേ ദൂതന്മാർ ഇറങ്ങിച്ചെന്ന് ലോത്തിനെ കുടുംബത്തെ കൈക്ക് പിടിച്ച് പുറത്തിറക്കി. പുറത്തിറക്കിയിട്ട് പറഞ്ഞു, പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്. ഒന്നാമത് പറഞ്ഞ വരി എന്തോന്നാ ലോത്തിനോട് പറഞ്ഞത്? ലോത്തിനോട് കുടുംബത്തോട് പറഞ്ഞു, ഒന്ന് പുറകോട്ട് നോക്കരുത്. ഇന്ന് ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീ പുറകോട്ട് നോക്കരുത്. നിന്നെ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുകയില്ല. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാ. ജീവരക്ഷ ആരിലേ ഉള്ളൂ? യേശുവിനെ ഉള്ളൂ. പാപത്തെ വിട്ടുതിരിഞ്ഞ്, ലോകമോഹങ്ങളെ വിട്ടുതിരിഞ്ഞ് യേശുവിന്റെ വചനം കേട്ടെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അയ്യോ, എൻ്റെ ഭർത്താവ് എന്ത് പറയും, എൻ്റെ ഭാര്യ എന്ത് പറയും, എൻ്റെ മക്കൾ എന്ത് പറയും, എൻ്റെ നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയുമെന്ന് നീ ചിന്തിക്കല്ലേ. യേശുവിന്റെ വരവ് നടക്കും മുമ്പേ നിന്നെ തന്നെ സമർപ്പിച്ചുകൊട്, ഏൽപ്പിച്ചുകൊട്. ജീവരക്ഷയ്ക്കായി നീ കർത്താവിന്റെ അടുക്കൽ ഓടി വരിക. ലോത്തിനോട് പറഞ്ഞു, ലോത്ത് ജീവരക്ഷയ്ക്ക്, ലോത്തിനോട് കുടുംബത്തോട് പറഞ്ഞു, ഒന്ന് ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാ, പുറകോട്ട് നോക്കരുത്. നോക്കിക്കേ, ജീവരക്ഷയ്ക്കായി ഇറങ്ങുമ്പോൾ പുറകോട്ടൊരു വിളി വരും. പലരും വിളിക്കും, നീ പോവല്ലേ, നീ പോവല്ലേ, ഒരു വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുകയാണ്, നീ ഇറങ്ങല്ലേ, നീ സ്നാനപ്പെടാൻ പോവല്ലേ, നീ മുങ്ങാനൊന്നും പോകരുത്, മുങ്ങാനൊന്നും പോകരുത്, നീ അവിടെ പോയാൽ നീ JCB ആവും, പോകരുത്. ഇതൊക്കെ മനുഷ്യൻ നിന്നോട് പറയും. നീ പറയും, നീ പോകരുത്, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂല. സഹോദര, യേശു സർട്ടിഫിക്കറ്റ് തന്നാൽ നിനക്ക് ഈ ലോകത്തിന് സർട്ടിഫിക്കറ്റ് എന്തിന്? നിനക്കൊരു വഴി ദൈവം തുറന്നിട്ടുണ്ടെങ്കിൽ നസ്രയനാകുന്ന ദൈവം എത്തിക്കാനും മതിയായവനാണ്. ജീവൻ തന്ന ദൈവത്തിന് നമ്മൾ എത്തിക്കാൻ കഴിയില്ലയോ? ഇത്രയും ശിക്ഷിച്ച സൃഷ്ടാവിനൊന്നിനും കഴിയില്ലയോ? നമ്മൾ അപ്പനിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ നോക്കരുത്. നീ സ്വർഗത്തിൽ പോകുന്നത് പലർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് മനുഷ്യൻ കുറെ കൽപ്പനകൾ ഉണ്ടാക്കി. രക്ഷ അതല്ല, സ്നാനം തെറ്റാണ്, പരിശുദ്ധാത്മാവ് തെറ്റാണ്, അന്യഭാഷ കള്ളമാണ്, ഇതൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ വചനം പറയുന്നു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, പുറകോട്ട് നോക്കരുത്, പുറകോട്ട് നോക്കരുത്. നീ ഇറങ്ങിയ വചനം കേട്ടോ, നീ സത്യം തിരിച്ചറിഞ്ഞ വേദപുസ്തകം തുറന്നപ്പോ ഉണ്ടോ? സ്നാനം സത്യമെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ഏതെങ്കിലും വശത്ത് നിന്ന് കേൾക്കുന്നതായിരിക്കാം. മുഴുവൻ സ്നാനമാണ് സത്യമെന്ന് താങ്കൾ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നതായിരിക്കാം. പക്ഷെ സത്യമാണ്, വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതുവരെയെങ്കിലും താങ്കൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എന്താ വിട്ടുകൊടുക്കാത്ത? പുറകോട്ട് നോക്കുന്നുണ്ടല്ലേ. ആരെന്ത് പറയുമെന്ന്? സ്വർഗത്തെക്കാൾ വലുതാണല്ലേ മനുഷ്യൻ? സ്വർഗത്തെക്കാളും വലുതാണ് മനുഷ്യനെ നോക്കുന്നത്. ഇന്ന് രാത്രി മനുഷ്യനെ വിട്, ദൈവത്തെ മാത്രം നോക്ക്, നീ ഏൽപ്പിച്ചുകൊട്. ഇനി ദിവസം കളയരുത്, പാഴാക്കല്ലേ. അടുത്ത നിമിഷം നമ്മളുടേതല്ല. ഇന്ന് നമ്മൾ സ്നാനപ്പെടാതെ കണ്ണടച്ച് എന്തു ചെയ്യും? നമ്മൾ പറയും, കർത്താവ് ഒരു ദിവസം കൊടുത്താൽ സ്നാനപ്പെട്ടില്ല, കിട്ടുമോ? ഇല്ല. കർത്താവ് പറയും, ഇത്രയും പീരീഡ് നിനക്ക് സ്നാനപ്പെടാൻ ഞാൻ അവസരം തന്നു, എന്ത് നീ സ്നാനപ്പെട്ടില്ലെന്ന് ചോദിക്കൂ. അവസരം മാറ്റി മാറ്റി കളയല്ലേ, എന്നും അവസരം കിട്ടത്തില്ല. പുറകോട്ട് തിരികരുത്. സ്വത്രം ഈ പ്രദേശത്ത് എങ്ങനെ നിൽക്കരുത്. ഏത് പ്രദേശം? സത്യവചനമല്ലാത്ത പ്രദേശത്ത് എന്തിനാണ് നിൽക്കുന്നത്? സത്യമല്ല, ബൈബിളിലില്ല, വേദപുസ്തകത്തിലില്ലാത്ത ഉപദേശത്തിനകത്ത് ഞാനും നിങ്ങൾ നിൽക്കരുത്. പിന്നെന്ത് ചെയ്യണം? അപ്പൻ്റെ കൽപ്പന പ്രകാരം ഇറങ്ങണം. ഹല്ലേലൂയ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചങ്കത്ത് കൈവച്ച് ആർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റും? അപ്പാ, ഈ ലോകത്തിലുള്ള പ്രതാപമല്ല, പ്രൗഢിയല്ല, പദവിയല്ല എനിക്ക് വലുത് എൻ്റെ യേശുവാണ്, എൻ്റെ യേശുവിൻ്റെ തിരുവചനമാണ്. ആരൊക്കെ എന്തൊക്കെ എന്നെ പറഞ്ഞോട്ടെ,
നമ്മൾ അനേകർ നമ്മളും പോവില്ല, നമ്മളെ മക്കളെയും വിടൂല. ആ ധനവാന പോലെ അവിടെ ചെന്ന് കിടന്ന് വിളിക്കുന്നു, 5 സഹോദരങ്ങളുണ്ട്, പോകയില്ല. പോകുന്നവരെ പോവാൻ പോലെ അവർ മുക്കിക്കളയും, അവർ കമ്മൽ ഒരു കളയും, അവർ മാല ഒരു കളയും, പോലെ അവർക്കാർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു സമയം വരും. അത് ഏത് സമയമെന്ന് നമുക്കറിഞ്ഞൂടാ. അതിനേക്കാളും മുമ്പ് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവം തരുന്ന വചനപ്രകാരം ക്രിസ്തുവിൻ്റെ വേദപുസ്തകത്തിനകത്തുള്ള വചനമാണ് നമുക്ക് ആവശ്യം. ഈ വചനപ്രകാരം മുട്ടുമടക്കം വിട്ടുകൊടുക്കണം, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്. അടുത്ത വരി, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോ, യേശുവിലേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക്. അപ്പാ, ഞാനിത് ഓടി വരുന്നു, എനിക്ക് കപടവേഷം വേണ്ട, സത്യസുവിശേഷ പ്രകാരം എനിക്ക് ജീവിക്കാൻ ഒരുക്കമാണ്. എനിക്ക് പാപത്തെ വിട്ടുതിരിഞ്ഞ് സത്യവചനം എന്ത് പറയുന്നു, മനുഷ്യൻ പറയുന്ന എല്ലാം ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. പക്ഷേ ദൈവം പറയുന്ന കേൾക്കാൻ. ഞാൻ ചോദിക്കട്ടെ, രക്ഷ സത്യം എന്നറിഞ്ഞിട്ടും രക്ഷിക്കപ്പെടാൻ നമുക്ക് നാണക്കേടാ. സ്നാനം സത്യം എന്നറിഞ്ഞു, പക്ഷെ സ്നാനപ്പെടാൻ നാണക്കേടാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കണ്ണടച്ചാൽ ഈ നാണക്കേട് വിചാരിക്കുന്ന ആൾക്കാർക്ക് രക്ഷിക്കാൻ അവർ വരുമോ? അവർക്ക് രക്ഷിക്കാൻ പറ്റുമോ? പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത്? ഇതിന് വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാത്തത് എന്തുകൊണ്ട്? മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വാസം വന്ന ശേഷമാണ് സ്നാനം, കുഞ്ഞിനല്ല സ്നാനം. വിശ്വാസം എന്തെന്ന്, യേശു എന്തെന്നും പാവം എന്തെന്നും പ്രായം വന്ന ശേഷമുള്ള സ്നാനമാണ് സ്നാനം. എന്നെ കേൾക്കുന്ന സഹോദര, അടുത്തെഴുതിയിരിക്കുന്നു, സ്തോത്രം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വാസം ഇല്ലെങ്കിൽ, സ്നാനമില്ലെങ്കിൽ ശിക്ഷാവിധിയെ പിന്നെ ഉള്ളൂ. സ്തോത്രം. യേശുവിൻ്റെ വരവിൽ കയറിപ്പോകണോ? ഒരു മണവാട്ടിയായി മാറണോ? ഒന്ന് അപ്പോസ്തലപ്രവൃത്തി 2 രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ രാജ്യത്തെ ഇടിച്ച്, എൻ്റെ സ്വയങ്ങളെ ഇടിച്ച്, ഞാൻ മരിച്ച് മറ്റുള്ളവർ കുറ്റം ചൂണ്ടിക്കാണിക്കാനല്ല, എൻ്റെ കുറവുകളെ നോക്കി എൻ്റെ യേശുവിനായിട്ട് ഓടുമ്പോൾ, ഇന്ന് എൻ്റെ യേശു വന്നാലും ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ പോകും. അതല്ല, യേശു വരാൻ താമസിച്ച് ഈ ഭൂമിയിൽ ഞാൻ കണ്ണടച്ചാൽ ഞാൻ പറയാം, ഞാൻ ആ യേശുവിൻ്റെ അടുത്ത് കാണും. ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. സഹോദര സഹോദരി, താങ്കൾ പോകുമോ അതോ പോവുകയില്ലയോ? ഇന്ന് രാത്രി മനുഷ്യനെയാണ് നോക്കുന്നത്, ദൈവത്തെയാണ് നോക്കുന്നത്? മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ഇതുവരെ യാതൊരു പ്രയോജനമില്ല. സ്വത്രം, നമ്മളെ മക്കളെ നമ്മൾ വേറെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നീ സത്യ ഉപദേശം കേൾക്കുന്ന പള്ളിയിൽ നിന്റെ കുഞ്ഞ് പോണെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും വിലക്കും. എന്നാൽ ഒരു കൂട്ടുകാരോടുകൂടെ ഒന്ന് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വിലക്കത്തില്ല. പള്ളിയിൽ പോയാൽ രക്ഷപ്പെടും, യേശുവിനെ കണ്ടുമുട്ടും, സ്നാനപ്പെടും, പാപം വിട്ടുതിരിയും. പക്ഷെ കൂട്ടുകാരോടുകൂടെ ഉല്ലസിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡേക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതാണ് വിലയുള്ളത്, ഏതാണ് വിലയില്ലാത്തത്? ഞാൻ പറയാം, സമ്പത്ത് കൂട്ടിവെച്ച് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, കൊട്ടാരം പണിത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, പേരും പ്രശസ്തിയും വണ്ടിയും കാറും എനിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, എൻ്റെ യേശുവിനെ കൊടുത്താൽ അതിൽ പരം വലുത് ഈ ഭൂമിയിൽ ഒന്നും കൊടുക്കാനില്ല. ബാക്കി എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ യേശുവാണ്. ആ ദൈവം ആരെന്ന് തിരിച്ചറി. ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിന് വേണ്ടി. ഈ ലോകത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോന്നല്ല, ദൈവത്തിന് എൻ്റെ ജീവിതം ഇഷ്ടമായോ? നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോന്ന് അല്ല, എൻ്റെ യേശുവിൻ്റെ ഇഷ്ടം എന്നിലൂടെ നടക്കുന്നുണ്ടോ? യേശുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജീവിക്കുന്നത്? ഈ നിമിഷം എന്നെ വിളിച്ചാലും ഞാൻ സ്വർഗത്തിൽ കാണുമോ? എൻ്റെ യേശു ഇന്ന് വന്നാൽ ഞാൻ സ്വർഗത്തിൽ കാണുമോ? ഇല്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷം ആരാധിച്ചത് എന്തിന്? ഇത്രയും വർഷം തിരുവചനം കേട്ടത് എന്തിന്? നമ്മൾ പോകുമെന്നുള്ള ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളട